നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 92.3 മലയാളം എഫിൻ്റെ ഈ ഒരു വീഡിയോ പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഇത് ശ്രവിക്കുന്നവർക്ക് അവരുടെ അറിവിലേക്ക് പറയുന്നു, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ റേഡിയോ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു വീഡിയോ പോഡ്കാസ്റ്റാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. നിങ്ങളുടെ ആർജയായിട്ട് ഇന്ന് ഉണ്ണിയാണ് അപ്പോൾ ഉള്ളത്. എന്നോടൊപ്പം ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. യു കെയിലെ മ്യൂസിക് പ്രാക്ടീഷണറായിട്ടുള്ള ഒരു മലയാളിയാണ് ശ്രീ ആകാശ് ബിനു. നമസ്കാരം. നമസ്കാരം ആകാശ്. ഒരുപാട് ചോദിക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു. അതേസമയം ഒരു ബ്രോഡ്കാസ്റ്റിൻ്റെ ഏതായിട്ടുള്ള റെസ്ട്രിക്ഷൻസിലൊരു സമയക്കുറവ് നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. കാരണം ആകാശിനെ പരിചയപ്പെടുമ്പം തൊട്ട് മ്യൂസിക്കിനകത്ത് ആകാശ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്രിയേറ്റീവ് ഡെപ്ത്, അത് കൂടുതൽ അറിയും തോറും അത് എന്തൊക്കെ അതിനകത്തുനിന്ന് പഠിച്ചെടുക്കണമെന്ന് ചോദിച്ചറിയണം എന്നുള്ള ആഗ്രഹത്തോടാണ് ഞാനിവിടെ ഇരിക്കുന്നത് കേട്ടോ. കാരണം ഇന്നലെ തന്നെ തൊട്ട് കഴിഞ്ഞ ദിവസം ഈ ബ്രോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം ആകാശിൻ്റെ ഒരു ഷോ ഞാൻ കാണാനിടയായി. ഇവിടെ തരംഗം എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നടന്നു. അത് മെൽബണിലെ നോർത്ത് മെൽബണിലെ നോർത്തേൺ സൈഡിൽ നടക്കുന്ന ഒരു വലിയൊരു ഇവൻറ്റാണ്. ഒരു ആർട്ട് ഫെസ്റ്റിവൽ പോലെ ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതിനകത്ത് ആകാശിൻ്റെ ഒരു മെസ്മറിക് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഹി ആക്ച്വലി കൊളാബറേറ്റഡ് വിത്ത് ഒരു ജാസ് ട്രിയോ, ഒരു ക്വാർട്ടറ്റുമായിട്ട് ഒരു കൊളാബറേഷൻ ചെയ്തിട്ട് ഒരു എക്സലൻറ്റ് പെർഫോമൻസ് ഇവിടെ കൊണ്ടുവന്നു. ആൻഡ് ഹി വണ്ടർഫുള്ളി ഫ്യൂസ്ഡ് ജാസ് മ്യൂസിക് ആൻഡ് ഇന്ത്യൻ മ്യൂസിക് ടുഗദർ. അത് ഓഡിയൻസിനെ വല്ലാതെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഷോ ആയിട്ട് മാറി. അത് ഞാനും അതിൽ ഒത്തിരി അങ്ങനെ ഭയങ്കര ക്യാപ്ചർഡായിട്ട് ഇരുന്നു. അപ്പം അതിൽ നിന്നും എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. വി ഹാഡ് ദിസ് ഇൻ്റർവ്യൂ പ്ലാൻ ഈവൻ ബിഫോർ ദാറ്റ്. പക്ഷേ ഇന്നലെ അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഐ വോണ്ട് ടു ജംപ് സ്ട്രെയിറ്റ് ഇൻ ടു തിങ്സ്. ആകാശ് എന്ന വ്യക്തി, ആകാശ് ഉറപ്പായിട്ടും നമ്മൾ മലയാളം പറഞ്ഞപ്പോൾ നാട്ടിൽ നിന്നാണെന്നറിയാം. നാട്ടിലെ ഒരു കുഞ്ഞു വിശേഷം ആൻഡ് യുവർ യു കെയിൽ എത്തിച്ചേരാനുള്ളൊരു സാഹചര്യം ഒന്ന് പറഞ്ഞു തരും ആദ്യം. അതെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഉണ്ണിച്ചേട്ടാ ഫോർ ഹാവിങ് മീ ഓൺ ഹിയർ. ഈ ഇൻ്റർവ്യൂ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഒരു ബീങ് ഇൻ ഓസ്ട്രേലിയ ഇതെല്ലാം ഐ തിങ്ക് ഇസ് നമ്മുടെ പീപ്പിൾ ലൈക്ക് യു, ഉണ്ണിച്ചേട്ടനും നമ്മുടെ സതീഷേട്ടനും ഒരുപാട് ആൾക്കാരുണ്ട്. സോ താങ്ക് യു ഫോർ ഹാവിങ് മീ ആസ് എൻ ആർട്ടിസ്റ്റ് ഓൺ ദ ഷോ ആസ് വെൽ ആസ് on set concept. So yeah, I mean ഞാനൊരു തിരുവനന്തപുരക്കാരനാണ്. അപ്പം ട്രിവാൻഡ്രത്ത് നമുക്കറിയാം, മാത്രമല്ല കേരളത്തിൽ നമുക്ക് ഒരു എല്ലാ 2 കിലോമീറ്റർ മ്യൂസിക് സ്കൂൾ കാണും. അത് ഞാൻ ആക്ച്വലി വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. ഈവൻ തമിഴ്നാട്, വിച്ച് ഇസ് സോ പോപ്പുലർ ഫോർ ഹാവിങ് മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക് കൾച്ചർ, അത്ര എനിക്ക് തോന്നുന്നില്ല. ട്രിവാൻഡ്രത്ത് എല്ലാ സ്ട്രീറ്റിലും അങ്ങനെയാണ്. എല്ലാ 1 കിലോമീറ്ററിൽ ഒരു മ്യൂസിക് സ്കൂൾ എങ്കിലും കാണും, അല്ലേ? അപ്പോൾ അങ്ങനത്തെ നമ്മളതിനെപ്പറ്റി അധികം വി മൈറ്റ് നോട്ട് തിങ്ക് മച്ച് ഓഫ് ദാറ്റ്. പക്ഷെ അതെല്ലാം നമ്മളെ അന്തർലീനമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം അതിൻ്റെ ഒരു ഇംപ്രിൻറ്റ് എങ്ങനെയൊക്കെയോ നമ്മുടെ ലൈഫിൽ, മ്യൂസിഷ്യൻ അല്ലാത്തവർക്ക് പോലും അത് ദാറ്റ് ലീവ്സ് എ മാർക്ക് ഓൺ യു. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് വന്നതുകൊണ്ട് എനിക്ക് മ്യൂസിക് പഠിക്കാൻ ഒരിക്കലും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫോർമലായിട്ട് വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. മ്യൂസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇന്നും എൻ്റെ ഫസ്റ്റ് ഗുരു എൻ്റെ പേരൻസ് തന്നെയാണ്. ഓക്കെ. സോ എൻ്റെ അച്ഛൻ വളരെ നല്ലൊരു അമേച്ചർ മ്യൂസിഷ്യനും അമ്മ ഒരു വളരെ നല്ല മ്യൂസിക് എന്തൂസിയാസ്റ്റുമാണ്. മിസ്റ്റർ ബിനു ജേക്കബ് ആൻഡ് സബീന ബിനു. അവർ അച്ഛനും അമ്മയും അല്ല, അവരും എന്നെക്കാളും എൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെടുകയും എൻകറേജും ചെയ്യുന്നത് എൻ്റെ പേരൻസാണ്. വെരി ഗുഡ്. അപ്പം ഐ മീൻ യെസ്, ഐ ഹാവ് ലേൺഡ്, ഹാഡ് ദ പ്രിവിലേജ് ഓഫ് ഹാവിങ് ഗ്രേറ്റ് ടീച്ചേഴ്സ്. ഇപ്പോൾ പണ്ഡിറ്റ് രമേശ് നാരായൺജി, നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ, എല്ലാവരുടെ ഒരു മ്യൂസിക്കൽ ഹാർട്ട് ത്രോബാണ് അദ്ദേഹം. അതെ. പിന്നെ അതുപോലെ ഐ മീൻ
we have a common guru. I mean, we Ustad Yes. Ghulam Niyaz Khan sab, അതെ. അതുപോലെ കർണാട്ടിക് മ്യൂസിക്കിലും. പക്ഷേ ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണമായിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു വർഷത്തെ കൂടുതൽ ആരുടെങ്കിലും പഠിക്കാൻ എനിക്ക് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എനിക്ക് ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ആക്ച്വലി. പ്രോബ്ലി ലേൺ മ്യൂസിക് മേ ബി ഒരു 3 or 4 years എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ. പക്ഷേ അതേസമയം ഈ എൻവയൺമെൻ്റ് ആണ് എന്നെ ഹാസ് ഹെൽപ്പ് മീ ത്രൈവ് എ ലോട്ട്. ഇപ്പം ഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽ പോലും എൻ്റെ ചുറ്റുമുള്ളവർ വഴി എന്നെ പഠിപ്പിച്ചിരിക്കും. ബിക്കോസ് അതിപ്പം നോട്ട് ജസ്റ്റ് കർണാട്ടിക് മ്യൂസിക്. ഇപ്പം ഐ പിക്ഡ് അപ്പ് ഗിറ്റാർ ആസ് എ 10th സ്റ്റാൻഡേർഡ് ബോയ്. പക്ഷെ ഇപ്പം 11th പോയപ്പോൾ ഒരു ബാൻഡിൽ ജോയിൻ ചെയ്തു. യു ഇമ്മേഴ്സ്ഡ് ഇൻ ദാറ്റ് അറ്റ്മോസ്ഫിയർ. അപ്പം നമ്മുടെ കയ്യിൽ ഈ മ്യൂസിക് വന്ന് തുടങ്ങും. ഈ ഇൻസ്ട്രുമെന്റ് നമ്മുടെ കയ്യിൽ വരും. നമ്മുടെ ചുറ്റും ഇരിക്കുന്നവർ വിൽ ഗിവ് യു ലിറ്റിൽ ഇൻസ്ട്രക്ഷൻസ്, ലിറ്റിൽ ടിപ്സ്. അപ്പം മ്യൂസിക് ഭാഷ പഠിക്കുന്ന പോലെയാണല്ലേ. മ്യൂസിക് സെൽഫ് ഇസ് എ ലാംഗ്വേജ്. പക്ഷെ നമ്മൾ ഐ സേ ദിസ് ടു മൈ സ്റ്റുഡൻസ് ഓൾ ദ ടൈം. അപ്പം നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് പോലെ തന്നെയാണ്. ലാംഗ്വേജ് എങ്ങനെ പഠിക്കുന്നത്? വി ഗോ ടു മ്യൂസിക് വി ഗോ ടു സ്കൂൾ അല്ലേ. ABC നമ്മൾ പഠിക്കും. ഈ പറഞ്ഞ വ്യാകരണം എല്ലാം നമ്മൾ പഠിക്കും. പക്ഷേ വിത്തൗട്ട് ഓർഗാനിക് പ്രോസസ് ഓഫ് ലേണിംഗ് ലാംഗ്വേജ്, അച്ഛൻ അമ്മ എന്ന് തുടങ്ങുന്ന ആ പഠനം ഉണ്ടല്ലോ, അതില്ലാതെ മറ്റേത് വർക്ക് ചെയ്യത്തില്ല. ഇതില്ലാതെ മറ്റേത് ദ അതർ വൺ ഓൾസോ വിൽ നോട്ട് വർക്ക്. അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂർവ്വങ്ങളാണ്. ഇമ്പോർട്ടൻറ്റ്. രണ്ടും ആവശ്യമാണ്. മ്യൂസിക്കിൽ അതുപോലെ തന്നെയാണ്. ഫോർമൽ ട്രെയിനിങ് ഉണ്ടാവുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് വന്ന അറ്റ്മോസ്ഫിയർ, ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയർ, ഈ ഓർഗാനിക് ലേണിംഗ് പ്രോസസ് മേ ബി മോർ ഇമ്പോർട്ടൻറ്റ്. ഐ അഗ്രി. കാരണം സംഗീതത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പാടാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരു മ്യൂസിക് പ്രൊഡക്ഷനിൽ ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേ എങ്കിലും ഒരു ഫോർമൽ ട്രെയിനിങ് അല്ല എന്നെ അതിലേക്ക് നയിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കോമൺ ഗുരുവായിട്ടുള്ള ഉസ്താദ് ഗുലാം നിയാസ് ഖാൻ്റെ അടുത്ത് ചെന്നപ്പോൾ തൊട്ടാണ്, ഹസാബ് പറഞ്ഞിടത്ത് തൊട്ടാണ് എനിക്ക് സംഗീതത്തിൻ്റെ ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടി തുടങ്ങുന്നത്. അതുവരെയും എന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്നത് ചുറ്റും നിന്നും കിട്ടുന്ന സംഗീതമാണ്, അല്ലെങ്കിൽ ചുറ്റും നിന്നുമുള്ളവരുടെ എന്തൂസിയാസമൊക്കെയാണ് നമ്മളെയും നമുക്കും ഒരു എനർജി ആയിട്ട് മാറുന്നത്. അത് മോർ അബൌട്ട് യു ഹാവ് ടു ഹാവ് ഇറ്റ് ഇൻസൈഡ് യു അല്ലേ, ഇൻ ടേംസ് ഓഫ് ആ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ആർട്ടിനോടുള്ള ഇഷ്ടം. മേ ബി ഐ മീൻ ഡു യു ലൈക്ക് ഗിവിങ് ദ വേൾഡ് മെസ്സേജസ് ത്രൂ യുവർ മ്യൂസിക്? എൻ്റെ മ്യൂസിക് അത്രയും വളർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേ ബി വൺ ഡേ ഐ വിൽ ബി ഏബിൾ ടു ബി ഡിഡാക്റ്റിക് ത്രൂ മ്യൂസിക്, കൺവേ മെസ്സേജസ്. പക്ഷേ ഐ ഫീൽ റൈറ്റ് നൗ ഞാൻ മറ്റേ മെസ്സഞ്ചർ പറവേനെ പറത്താനുള്ള ശ്രമത്തിലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പറയുമ്പോൾ എനിക്ക് മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞിരുന്നു UK ബേസ്ഡ് ആണെന്ന് ആകാശ് എന്ന് പറഞ്ഞിരുന്നു. UK ചെന്നിട്ട് അല്ലേ അത് തുടങ്ങുന്ന ഒരു ബിസിനസ് കൺസെപ്റ്റ് പോലെ. പക്ഷെ ദനകൻ മോർ ദാൻ ദാറ്റ് ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആകാശ്. അദ്വൈത എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഇന്നോവേറ്റീവായിട്ടുള്ളൊരു രീതിയിൽ മ്യൂസിക്കിനെ വെസ്റ്റേൺ വേൾഡിന് പറഞ്ഞു കൊടുക്കാൻ. ഇറ്റ്സ് മോർ അബൌട്ട് ബ്രിങ്ങിങ് ഇന്ത്യൻ മ്യൂസിക് ടു ദ വെസ്റ്റേൺ വേൾഡ് using, I believe, taking your word, the language of Western, language of the West use ചെയ്തിട്ട് ഈസ്റ്റേൺ മ്യൂസിക് എങ്ങനെ ഇരിക്കുന്നു എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ആകാശം കൊണ്ടുവന്നിട്ടുണ്ട്. ഐ എം ക്യൂരിയസ് ടു നോ മോർ അബൌട്ട് ദാറ്റ് ആൻഡ് മേ ബി അബൌട്ട് യുവർ ടൈം ഇൻ UK ആൻഡ് മേ ബി അവിടെ നിന്നും ഇൻസ്പയർഡ് ആയല്ലോ. ഹൗ യു ഗോട്ട് ടു നോ മോർ അബൌട്ട് വെസ്റ്റേൺ മ്യൂസിക്? അപ്പോൾ അവിടുത്തെ ഒരു സ്കൂളിംഗ് എങ്ങനെ ആയിരുന്നു അബൌട്ട് മോർ ഇൻ ടു മ്യൂസിക്? ഹൗ യു ഗോട്ട് ദാറ്റ്? റൈറ്റ്. അപ്പം ആക്ച്വലി UK പോകുന്നത് വരെ ഐ വാസ് നോട്ട് ഇൻവോൾവ്ഡ് പ്രൊഫഷണലി ഇൻ മ്യൂസിക്. ഇതുപോലെ വളരെ ഓർഗാനിക്കായിട്ട് മ്യൂസിക് പിക്കപ്പ് ചെയ്തു എന്നുള്ളതല്ലാതെ ഒരിക്കലും നമ്മൾ ഈ ചെറിയ പ്രോഗ്രാംസിനൊക്കെ പാടുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും വർക്കായിട്ട് ഞാൻ ചെയ്തിരുന്നില്ല. നോട്ട് ഹാവ് എനി ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് ദാറ്റ് ഐദർ. ടെക്നോപാർക്കിൽ ഐ വാസ് ഡൂയിങ് സം, ഐ വാസ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഐ വാസ് ഡൂയിങ് സം വർക്ക്. അങ്ങനെ അങ്ങ് പോവായിരുന്നു. ഫാദറിന്റെ ബിസിനസ്സിൽ കൂടെ അല്ല, with him as well. I had ഒരു ഷോർട്ട് സ്റ്റിന്റ് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തു അങ്ങനെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് വളരെ യാദൃശ്ചികമായിട്ട് തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു മേ ബി ഡു എ മൂവ്. കാരണം ഞാൻ കുറച്ചൊരു സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ. പ്രത്യേകിച്ച് എനിക്കിപ്പോഴും നാട് തന്നെയാണ് ഇഷ്ടം, ടു ലിവ്.
പക്ഷേ അതേസമയം ഈ പറഞ്ഞ പോലെ ഐ ഡി നോട്ട് ഹാവ് എനി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഐ ജസ്റ്റ് പിക്ഡ് വാട്ട് ഫസ്റ്റ് കെയിം ടു മീ. ആൻഡ് അത് മോഡേൺ മ്യൂസിക് സ്കൂളായിരുന്നു. അപ്പോൾ എനിക്കെപ്പോഴും മ്യൂസിക് സ്കൂൾ കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. കാരണം ഇപ്പം ഐ ഡോണ്ട് റീഡ് വെരി വെൽ മ്യൂസിക്. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കും നമുക്കൊരു മെൻ്റലി ഒരു ഇമേജ് ഉണ്ടല്ലോ, വെസ്റ്റേൺ മ്യൂസിക് കൺസർവേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദീസ് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക് സിസ്റ്റം പോലെ തന്നെ അവരുടെ രീതിയിൽ വളരെ റിഗറസ് ആയിട്ടും ഈ പറഞ്ഞ ഒരുപാട് പ്രീ റെക്വിസിറ്റ്സ് ഉണ്ടാവുന്നതായി റോങ്ലി അസ്യൂംഡ്. അപ്പം അതുകൊണ്ട് ഐ ഡി നോട്ട് വാണ്ട് ടു ഫോർ ഇൻ ടു ദാറ്റ് വേൾഡ്. കാരണം മൊത്തം അഴിച്ച് പണിയേണ്ടി വരും. ശരി. സോ ഐ ഡിഡ്ന്റ് ഹാവ് ദ ഗട്ട്സ്, സിംപ്ലി പുട്ട്. പക്ഷേ ലക്കിലി ഐ ഫൗണ്ട് എ പ്ലേസ് വെയർ ഐ ഫൗണ്ട് എ മോഡേൺ മ്യൂസിക് സ്കൂൾ. അപ്പം എനിക്ക് കയ്യിലുള്ള മ്യൂസിക്കും പുതിയ കാര്യങ്ങളും ഇൻറ്റ്യൂട്ടീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയൺമെൻറ്റ് കിട്ടി. ഓക്കെ. Which is the British Institute of Modern Music, ലണ്ടനിലുള്ളത്. Yes. അത് ഡെഫിനറ്റ്ലി വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. കാരണം യു ആർ സീയിങ് തിങ്സ് ഫ്രം എ ന്യൂ പെർസ്പെക്റ്റീവ്. ഒരു കെലോഡോസ്കോപ്പിൽ കൂടെ നോക്കുന്ന പോലെയാണത്. നമ്മുടെ മ്യൂസിക്കിനെ കാണുന്ന രീതി പോലും മാറും. ബിക്കോസ് യു ഹാവ് എ ന്യൂ എന്താ പറയുന്നത്, യു ഹാവ് എ ന്യൂ പെർസ്പെക്റ്റീവ് ടു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം. ഇപ്പം നമ്മുടെ രാഗങ്ങളാണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് നമ്മുടെ മ്യൂസിക്കിനെ പറ്റിയുള്ള ഡെപ്ത് പോലും നമുക്ക് കൂടുതൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ രാഗങ്ങളെ പറ്റി നമ്മൾ അറിയുന്നൊരു രീതിയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ രാഗസ്, ഫോർ എക്സാമ്പിൾ. പക്ഷെ അതിനകത്തുള്ള ശാസ്ത്രം, അതിൻ്റെ ഇൻറ്റോണേഷൻ, രാഗങ്ങളുടെ ഇപ്പം നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഈ കീബോർഡിലുള്ള അതേ നോട്ട്സ് ആണല്ലോ. പക്ഷെ ഇൻ ദി ഓൾഡ് ഡേയ്സ് രാഗങ്ങൾ വാസ് മച്ച് മോർ സയൻറ്റിഫിക് സിസ്റ്റം. അതിനകത്ത് അതിൻ്റെ നമ്മൾ 12 ശ്രുതിയാണല്ലോ നമ്മൾ കീബോർഡിലുള്ളത്. പക്ഷെ അതേസമയം മ്യൂസിക്കിൽ ആക്ച്വലി ഫോളോ ചെയ്യുന്ന 22 ശ്രുതിയാണ്. 22 നോട്ട്സ് ആണ് ആക്ച്വലി ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ആധാരം. ഓക്കെ. അപ്പം നമ്മുടെ സമ്പ്രദായത്തിൽ അതാണ് സമ്പ്രദായമെങ്കിലും ആ സയൻസ് ഒക്കെ ഇസ് ഓൾമോസ്റ്റ് വാനിഷ്ഡ്. നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ്, വൈ. ബട്ട് ദെൻ ഇതിന് ഇതിന് പിസ്സ എഫക്റ്റ് എന്ന് പറയും സംടൈംസ്. അതായത് ഏറ്റവും ഇറ്റ്സ് ഫണി എക്സാമ്പിൾ. ഇപ്പോൾ ഈ ഇറ്റാലിയൻസ് ലോട്ട് ഓഫ് ദം ഇമിഗ്രേറ്റഡ് ടു ന്യൂയോർക്ക്. And the pizza came back to Italy in a new form. That became even more popular than their own Napoleon. New York pizza. New York pizza became the standard. Yeah. ഇപ്പോൾ നമ്മുടെ യോഗയൊക്കെ ശരിക്കും അതിനാണ് സംഭവിക്കുന്നത്. ഇന്ത്യൻസ് ആർ ഡൂയിങ് യോഗ ബിക്കോസ് ഇവന്മാർ നടുവളിക്കാൻ തുടങ്ങി, അമേരിക്കൻസ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം മ്യൂസിക്കിലും പലപ്പോഴും ഇപ്പൊ ഈ നമ്മൾ തിങ്സ് ദാറ്റ് വി ഹാഡ് ലോങ് ലെഫ്റ്റ്, നമ്മൾ വിട്ട് കളഞ്ഞ പല കാര്യങ്ങളും they are rediscovering. Yes. അപ്പോൾ അതും ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ്. ഇപ്പം ഒരേ സ്വരങ്ങൾ വരുന്ന രാഗങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ വളരെ സുപരിചിതമായിട്ടുള്ള കേട്ടിട്ടില്ലെങ്കിൽ പോലും കേട്ടിട്ടുള്ളൊരു രാഗമാണ് മോഹനം. അല്ലെങ്കിൽ എല്ലാ മ്യൂസിക്കിലും വരുന്ന ഇപ്പം അതുപോലത്തെ. അപ്പം മോഹന എവരിബഡി നോസ്, ഐ തിങ്ക് കാഷ്വൽ മ്യൂസിക് ലിസണേഴ്സിന് അറിയാവുന്നൊരു രാഗമാണ്. അപ്പം ഇപ്പം ഹിന്ദുസ്ഥാനിൽ പോലും ഒരേ നോട്ട്സ് വരുന്ന 2 രാഗങ്ങളാണ്, ഇപ്പോൾ ഭൂപ് ആൻഡ് ദേശ്കാർ. പക്ഷേ ദേശല്ല. അപ്പം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സൂക്ഷ്മമായിട്ടുള്ള ലെവലിൽ അത് നമ്മൾ മോഹനത്തിൽ പഠിക്കുന്നത് തന്നെ. പക്ഷെ ആ രി ഗ ധ ഈ 3 നോട്ടിൻ്റെയും ഒരു പൊടിക്ക് ഒരു മൈക്രോടോണൽ ലെവലിൽ ഇത് ഷാർപ്പർ ഉണ്ട് ദേശ്കാർ. അപ്പം മോഡേൺ കീബോർഡിൽ നമുക്കതില്ല. നമുക്ക് വയലിനിലൊക്കെ വായിക്കാൻ പറ്റും, ഫ്രെറ്റ്ലെസ് ഇൻസ്ട്രുമെന്റ്സ്, കാരണം ഇറ്റ് ഈസ് അൺബൗണ്ട്, ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ തിങ്സ് ദാറ്റ് വീവ് ഗിവൺ അപ്പ് ഓൺ they are rediscovering. Not for us. നമ്മൾ if we start looking at things from that perspective, you can always apply and you can reinvent the pizza and go back to the glory of it. So അതാണോ ആകാശിൻ്റെ ശ്രമം? അതായത് ഐ മീൻ ഹൗ ഡു യു ഗെറ്റ് ആക്സസ് ടു, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊക്കെ റിസർച്ച് ചെയ്യുന്നതിന് ഒരു റൂട്ടുണ്ടോ, അതോ ഡു യു ജസ്റ്റ്
chance upon this the older forms of musical teachings? How do you do it? I mean, see, I don't think I'm not one of the oldest gold people. അങ്ങനെയല്ല. ഈ ഇപ്പം നമ്മൾ ദർ ഇസ് നോ നീഡ് ടു ട്രഡീഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് പ്രിസർവിങ് വാട്ട് നീഡ്സ് ടു ബി പ്രിസർവ്ഡ് Yeah. അല്ലേ. ഇറ്റ് ഈസ് നോട്ട് പ്രിസർവിങ്, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് പ്രിസർവിങ് വാട്ട് ഇസ് ഓൾഡ്. Yeah. പലപ്പോഴും ഇറ്റ് ഈസ് സിംപ്ലി ഔട്ട്ഡേറ്റഡ്. അതെ. നമ്മൾ ചെയ്യുന്ന ഇപ്പം പല അല്ല, ഇപ്പൊ 12 22 ഒരു വ്യത്യാസം പറഞ്ഞില്ലേ? അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതിലൊരു റീഡിസ്കവറി ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു മേ ബി ദാറ്റ് ഇസ് വൈ യു ടേക്കൺ അപ്പ് ജാസ് ആസ് എൻ ഇൻട്രസ്റ്റ്, ബിക്കോസ് അതിനകത്ത് ഒത്തിരി ഈ പറഞ്ഞ ബൗണ്ടറീസിനെ പുഷ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ റിതമിലാണെങ്കിലും നോട്ട്സിലാണെങ്കിലും ഒക്കെ അവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. മേ ബി ദാറ്റ് ഇസ് വൈ യു ആർ എക്സ്പ്ലോറിങ് ജാസ് മോർ. അല്ല, അത് ജാസ് എന്ന് പറയുന്നത് ആക്ച്വലി it is very similar to Indian music in the sense that it is improvising within a framework. Yes. ജാസിൽ ഉണ്ട്, there are things like free jazz. യാതൊരു no chord sheet, no nothing, സ്ട്രക്ചർ ഇല്ലാതെ ചെയ്യുന്നത്. പക്ഷെ അതിന് അത്രയും സുഖ എന്താ പറയുന്നത്, ശ്രവണ സുഖമേ ഉള്ളൂ. കാരണം at the end of the day we have an internal programming. ഒരു ബേസിക് ഫ്രെയിം വർക്ക് ഇല്ലാതെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഇസ് ലൈക്ക് ബീങ് ഹോംലെസ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇംപ്രവൈസിങ് വിതിൻ എ കംഫർട്ട് സോൺ, അത് രണ്ടിലും കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചറാണല്ലോ ഇന്ത്യൻ മ്യൂസിക്കിലും അതുപോലെ ജാസിലും. അപ്പം അത് ഐ തിങ്ക് ദാറ്റ് ഇസ് വൈ നോട്ട് ജസ്റ്റ് മീ, ഒരുപാട് എന്നെക്കാളൊക്കെ പ്രഗത്ഭരെ വലിയ ആർട്ടിസ്റ്റ് പോലും, ഐ മീൻ യു സീ പീപ്പിൾ ലൈക്ക് സാക്കിർ ഹുസൈൻ ജി, ശങ്കർ മാധവൻ, അങ്ങനത്തെ ആൾക്കാർ, ജോൺ മക്ലോലൻ ഒക്കെ അത് ചെയ്യുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ കോൺഷ്യസ് ചോയ്സ്. നമ്മൾ പലപ്പോഴും ഞാൻ UK വന്നു, നമ്മൾ ചിന്തിക്കുന്നില്ല ഓക്കെ എനിക്ക് ജാസ് ചെയ്യണോ അല്ലെങ്കിൽ ഇത് ചെയ്യണം, ബോസാനോവ ചെയ്യണം എന്ന് ചിന്തിക്കുന്നില്ല. I just want to play music. നമ്മൾ വി നോട്ട് വറീഡ് അബൌട്ട് വാട്ട് ദി സ്റ്റൈൽ ഇസ്. നമുക്ക് നമ്മുടെ മ്യൂസിക് ചെയ്യണം ആൻഡ് യു വാണ്ട് സംബഡി ടു പ്ലേ വിത്ത്. അപ്പൊ അത് ചെയ്തു വരുമ്പോൾ ഈ രണ്ട് മ്യൂസിക്കിന്റെ യൂണിക് നേച്ചർ കൊണ്ട് അത് ജാസ് ആയിട്ട് മാറുന്നതാണ്. Or the people you work with will gravitate towards that style because it is very conducive with our music. അപ്പം ജാസ് ഞാൻ പോയി തിരഞ്ഞെടുത്തതല്ല, it finds you. Okay. The other way around. That is a very interesting way to put it. കാരണം താങ്കളെപ്പോലെ ഇങ്ങനെ അന്വേഷണ സ്വഭാവമുള്ളൊരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആകാശ് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു മ്യൂസീഷ്യൻ സംഗീതത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു. കാരണം ഒത്തിരി പേരും ഈ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ബൗണ്ടറികൾക്ക് എന്താണ് അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പോകുന്നവർ അവർ അതിനെ മാത്രം ഉയർത്താനും ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിനെ നമ്മൾ കാണും. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുന്ന പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒരു ജനറലി എനിക്ക് ചില അങ്ങനെ ടെൻഡൻസീസ് ഞാൻ കാണാറുണ്ട്. പക്ഷേ what you're talking about is actually more from a humanitarian level and bringing peace through music അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു രീതി അവിടെ ഉണ്ടാവില്ല. ആ തിങ്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബൗണ്ടറി ഇല്ലാത്ത തിങ്കിങ്ങിനെ പറ്റി അത് ഒരു പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. ഇത് ശരി ഇത് തെറ്റ് എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽ ഒരുപാട് പേര് പിന്നെ ഈ പറഞ്ഞ ഒരു ജീനിയസ് ലെവലിലൊക്കെ എത്തുമ്പം ഇപ്പം എന്താ പറയുക കൂടുതൽ പഠിക്കും തോറും കടൽ തീരത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് എത്തുന്ന അവസ്ഥയിൽ ആൾക്കാർ എത്തും. ഐ മീൻ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്, വലിയ വലിയ മ്യൂസീഷ്യൻസും ഒക്കെ അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ലൈക്ക് ഐ മീൻ വെൻ യു അപ്രോച്ച് ദാറ്റ് കൈൻഡ് ഓഫ് വെൻ യു സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് ഗ്രേറ്റ്നെസ് ഇസ് വെൻ പ്രോബ്ലി യു ഗെറ്റ് ടു ദിസ് പോയിന്റ് എന്ന് തോന്നുന്നുണ്ട്. അപ്പം എത്ര വർഷമായി UK എത്തിയിട്ടും ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോഡേൺ മ്യൂസിക്കിലുള്ള ലൈഫും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായി? ദാറ്റ് വാസ് 2023-ലാണ്. 3 അപ്പം ഫ്രഷ് ഔട്ട് ഓഫ് ദി കോളേജ് ആണ്. Not too long ago. പക്ഷേ അത് ഐ ഓൾവേസ് കീപ് എ പീസ് ബിക്കോസ് ഈ പീപ്പിൾ ഓൾവേസ് ആസ്ക് എന്തിനാണ് ഈ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുന്നത്, ഡസ് ഇറ്റ് റിയലി is it worth your time and money എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് വാസ്തവമാണ്. കാരണം given the kind of the proliferation of mass media and you can see everything online these days, ഒന്നും ആവശ്യമില്ല. മ്യൂസിക് കോളേജിൽ പോകുന്നത് ആക്ച്വലി പഠിക്കാൻ വേണ്ടിയല്ല. ഇറ്റ് ഈസ് നോട്ട്
there is nothing, ആ curriculum there is nothing that you will get from the curriculum that you won't get on a good YouTube channel. Yeah. അവിടെ പോകുന്നത് ആ ഒരു എൻവയൺമെന്റിന് വേണ്ടിയാണ്. Mm. Because നമ്മൾ you meet somebody who passed out of music college 20 years ago, ആ കോളേജിൻ്റെ ഉള്ള റിലേഷൻഷിപ്സ്, ആ അണ്ടർപിന്നിങ്സ് അവർക്ക് അപ്പോഴും ഉണ്ടായിരിക്കും. അവരുടെ സ്പീഡ് ഡയലിൽ അവരുടെ ഏറ്റവും ട്രസ്റ്റഡ് ബാൻഡ് മേറ്റ്സ് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ആയിരിക്കും. Yes. ആൻഡ് അത് essentially it is giving you a nitro boost into the music world. In the music world. അത് Yes. നമ്മളെ ഒരു അത് യൂസ്ഫുൾ ആണത്. Okay. Especially in Western countries where music is a day job. Mm. Yes. ഒരു കൂലിപ്പണിയാണ്. Put it that way. Because we're all freelance players. ഓരോ ദിവസത്തെയും we'll have a schedule. It is and കാരണം ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. I mean, it is supply economic theory തന്നെയാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് തന്നെയാണ് വരുന്നത്. Yeah. പക്ഷേ ഐ തിങ്ക് വാട്ട് അദ്വൈത ഉണ്ടാകാൻ മെയിൻ കാരണം വാസ് ഇനീഷ്യലി മൈ തിങ്കിങ് വാസ് പ്യുവർലി ഒരു സോഷ്യോ എക്കണോമിക് തിങ്കിങ് ആയിരുന്നു. Mm-hmm. ബിക്കോസ് ഇപ്പം ഞാൻ ഒബ്വിയസ്ലി മ്യൂസിക് കോളേജിൽ ഒരു വളരെ മൾട്ടി എത്നിക് ആയിട്ടുള്ള എൻവയൺമെന്റ് ആണ്. ഇന്ത്യൻസ് ഉണ്ട്, ഇപ്പം ഇന്ത്യൻസ് കുറവാണ്. ബിക്കോസ് ഇന്ത്യൻ പേരൻസ് ആർ നോട്ട് സെൻഡിങ് ദറ്റ് കിഡ്സ് ടു മ്യൂസിക് സ്കൂൾ. I think we know where those kids are going. Yes. Right? ഒരു മൈൻഡ് സെറ്റ് ആണ്, ഒരു ജനറേഷൻ്റെ മൈൻഡ് Of course, സെറ്റ്. of course. പക്ഷേ ഈ പറഞ്ഞ ഈസ്റ്റ് ഏഷ്യൻസ്, ജാപ്പനീസ്, ചൈനീസ് സ്റ്റുഡൻസ്, അതുപോലെ ഒബ്വിയസ്ലി ദ ലോക്കൽസ്, ബ്രിട്ടീഷ്, എല്ലാവരും സൗത്ത് അമേരിക്ക എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. മെക്സിക്കൻസ്, എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് വാസ് എ മെക്സിക്കൻ. അപ്പം ഇവരെല്ലാവരും വന്നിട്ട് ദേ ആർ ഓൾ പ്രാക്ടീസിങ്. അവർ പഠിച്ചു വന്ന ഒരു സമ്പ്രദായം ഉണ്ടാവും. ദേ വുഡ് ഹാവ് ദെയർ ഓൺ മ്യൂസിക്. അവർ ചെറുപ്പം മുതൽ കേട്ട് വളർന്നു വന്നതും അവരുടെ മനസ്സിലുള്ളതും അവർക്ക് ഏറ്റവും സ്വാഭാവികമായിട്ട് വരുന്നൊരു മ്യൂസിക് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതെല്ലാം വെച്ചുകൊണ്ടിരുന്നിട്ട് they're coming here and learning a different style of music and they're losing themselves in the process. Yes. And that really hurt me. കാരണം അത് I could see that in myself as well as ഈ പറഞ്ഞ മെക്സിക്കൻ മ്യൂസിക്കും അതുപോലെ മിഡിൽ ഈസ്റ്റേൺ മ്യൂസിക്, മക്ക മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന വളരെ നല്ല ഒരു there was a guy who played the oud very well. ഒരു മിഡിൽ ഈസ്റ്റേൺ ഇൻസ്ട്രുമെന്റ് ആണ്. അറിയാം. അപ്പം അത് കളഞ്ഞിട്ട് ഗിറ്റാർ, he was becoming any other guitarist. he was losing പുള്ളി അവൻ്റെ ആ ഒരു ബ്രില്യൻസും അവൻ്റെ യൂണിക്നെസ്സും അവൻ എവിടെയോ ചില്ലിട്ട് വെച്ചിട്ട് യാതൊരു സോളും ഇല്ലാത്തൊരു രീതിയിൽ he was playing this. What drove him to that? കാരണം അതിനെ മാർക്കറ്റ് ഉള്ളൂ. അതിന്റെ മാർക്കറ്റ് ഉള്ളൂ. So he wants to be a full time musician and this is the only way that he can survive. Pay the bills. Yeah. Simply put. Yes. അപ്പം അത് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. If like because there is no way he can work as an oud player in London city, right? അപ്പം I was thinking, അപ്പം ഇപ്പം ഞാൻ ഓരോ ഫ്രണ്ട്സിനോടും I didn't have to do a lot of research and everything. I just have to talk to my friends. അപ്പം അവർ പറയുന്നുണ്ട് എന്താണ് അപ്പം ഓരോ ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ സവിശേഷത എന്താണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എല്ലാ കൾച്ചേഴ്സും മ്യൂസിക്കിൽ എന്തെങ്കിലും യുണീക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് സംതിങ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പം എല്ലായിടത്തും നമുക്ക് ചില കാര്യങ്ങൾ യുണീക്കായിട്ട് ഓക്കെ ഇത് ഈ മ്യൂസിക്കിൻ്റെ ഒരു ഫീച്ചറാണ്, ഇത് വേറെ എവിടെയില്ല എന്നൊക്കെ പറയാൻ പറ്റും. വിത്ത് വെസ്റ്റേൺ മ്യൂസിക് അവരുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഇസ് ഹാർമണി, ദ പോളിഫോണി ഓഫ് ഇറ്റ്. അത് കൗണ്ടർ പോയിന്റ് എന്നൊക്കെ വിളിക്കുന്നത്. കാരണം നമ്മളിപ്പം ലോകത്തിൽ ഏത് ഒരു ബാൻഡിൽ പോയാലും അതിൻ്റെ ഫൗണ്ടേഷൻ വിൽ ബി വെസ്റ്റേൺ ഓർക്കസ്ട്രൽ സിസ്റ്റം, അല്ലെങ്കിൽ ഈ പറഞ്ഞ 4-piece ബാൻഡ് സിസ്റ്റം. ഒരു കീബോർഡ് കാണും, ഒരു ഗിറ്റാർ കാണും. എന്ത് ട്രഡീഷണൽ ഇപ്പം മംഗോളിയൻ ട്രഡീഷണൽ മ്യൂസിക് ആണെങ്കിൽ പോലും ഒരു ബാൻഡിൽ വരുമ്പോൾ ഈ എലമെന്റ്സ് ഉണ്ടാവും, ബേസും ഒക്കെ ഉണ്ടാവും. സോ they are at the top of the food chain in the present, at least for the next 200 years. അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം that harmonic base has become integral to all music. എന്തിപ്പോൾ നമ്മുടെ സിനിമ പാട്ടാണെങ്കിൽ പോലും, ഇന്ത്യൻ മ്യൂസിക് ആണെങ്കിൽ പോലും അതിൽ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. You can't think of film music, popular music without ഈ പറഞ്ഞ ഈക്വൽ ടെമ്പേർഡ് ആയിട്ടുള്ള കീബോർഡും ഗിറ്റാറൊക്കെ വെച്ചുള്ള. അതെ, അപ്പോൾ ഒരു 70-കൾ ഒരു 60-70-കളോട് കൂടിയൊക്കെ 60-കളോട് ഇൻട്രൊഡ്യൂസ്ഡ് ആയി തമിഴ് മ്യൂസിക്കിലും എല്ലാത്തിലും. രാജാ സാറൊക്കെ വന്നിട്ട് ചെയ്ത് വർക്ക്സ് ഒക്കെ. അപ്പം പക്ഷെ അത് നോക്കുമ്പം ദാറ്റ് ഈസ് ഗ്രേറ്റ് വാട്ട് വെസ്റ്റേൺ മ്യൂസിക് ഹാസ്. പക്ഷെ അതേസമയം ബാക്കി എല്ലാ നാടുകളിലും എന്തെങ്കിലും വളരെ വേറെ എവിടെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങി.
ഇപ്പം വിത്ത് മക്കാം മ്യൂസിക്, അറേബ്യൻ മ്യൂസിക്കിനകത്ത് മൈക്രോ ടൊണാലിറ്റിയാണ് എൻ്റെ ഒരു മെയിൻ. അതെ, അതായത് ശ്രുതി ചേരാത്ത സ്വരങ്ങളെ എങ്ങനെയാണ് സുഖകരമാക്കാൻ പറ്റുക ആക്കാൻ പറ്റുന്നുള്ള എന്നുള്ള ഒരു they have made that a science. അപ്പൊ നമ്മുടെ മ്യൂസിക്കിൽ ഇഫ് somebody goes out of pitch അത് അരോചകമാണ് നമുക്ക് തോന്നുന്നത്. അതെ But they have found a way to distill the essence out of pitch as a concept itself. അവര് പിച്ചിനെ നോക്കിക്കാണുന്ന രീതി വ്യത്യാസമാണ്. കാരണം അതെ ഒരു ഒക്ടേവ് തന്നെ 52 ശ്രുതിയായി കാണും. So you don't have much room to be out of pitch. അതെ 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 കംപ്ലീറ്റ്ലി വളരെ എന്ത് പാടി കഴിഞ്ഞാലും നമുക്ക് വളരെ സൗകര്യമാണ് അതെ. അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ. ജോക്കിംഗ് ഒബ്വിയസ്ലി. അല്ല നമ്മള് കേട്ട് പരിചയം വന്ന് സുഖം പിടിക്കുന്നൊരു മ്യൂസിക് ഉണ്ട്. അതിൽ നിന്നും പുറത്തേക്ക് പോകുമ്പം അത് സമയമെടുക്കുമല്ലോ അതിനോട്ട് നമ്മൾ അക്വൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല നമ്മൾ ജനറലി ഒരു അസംഷൻ ഉണ്ട് ദാറ്റ് the laws of music is the same as the laws of nature. പ്രകൃതി നിയമങ്ങളാണ് മ്യൂസിക്കിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതി ചേരാത്തത് ഷുഡ് നോട്ട് വർക്ക്. ടെക്നിക്കലി ഇറ്റ് ഷുഡ് നോട്ട് വർക്ക്. പക്ഷേ ഹ്യൂമൻ ഇൻജന്യൂറ്റി ക്യാൻ ഓൾവേസ് സംടൈംസ് ട്രംപ് ഈവൻ നേച്ചർ. അതാണ് എൻ്റെ. അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണത്. അതുപോലെ വി ഗോ ടു ആഫ്രിക്ക, അവിടുത്തെ റിതംസ് ആണ് അവരുടെ യൂണീക്നെസ്, അവരുടെ പോളിറിതമിക് ആയിട്ടുള്ള ടെക്നിക്സ്. നമ്മള് മെയിൻ സ്ട്രീം ആയിട്ട് മ്യൂസിക് അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. മെയിൻ സ്ട്രീം ആയിട്ട് മ്യൂസിക്കിൽ കാണുന്ന ഒരുപാട് ടെക്നിക്സ് പോലും ഹാവ് ആൻ ആഫ്രിക്കൻ റൂട്ട്സ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന ഗമകങ്ങൾ. ഇപ്പം വെസ്റ്റേൺ മ്യൂസിക് നോട്ട്സിനെ ഒന്നിന്റെ മുകളിൽ ഒന്ന് വെച്ച് സ്റ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് അവർ മ്യൂസിക്കിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. നമ്മളെ മ്യൂസിക്കിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ബിറ്റ്വീൻ നോട്ട്സ്, വിതിൻ ഒരു നോട്ട്സിന് 2 നോട്ടിന് ഇടയ്ക്കുള്ള സ്പേസ് ആണ് നമ്മുടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ അത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇതുപോലെ അതായത് ഈ കോമൾ സ്വരങ്ങളും ഗമകാസൊക്കെ വഴി ആ കോമൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം വെസ്റ്റേൺ ഇപ്പൊ ഹാർമണി പലയിടത്തും ഉണ്ട്. ഇന്ത്യൻ മ്യൂസിക്കിൽ പോലും ഹാർമണി ഉണ്ട്, മോർ റൂഡിമെന്ററി ഫാഷൻ. പക്ഷെ ഹാർമണി അത്രയും എക്സ്പ്ലോർ ചെയ്ത വേറൊരു സംസ്കാരം ഇല്ല ലോകത്ത്, വെസ്റ്റേൺ മ്യൂസിക് അല്ലാതെ. അതുപോലെ തന്നെ മെലഡീനെ ഇത്രയും എക്സ്പ്ലോർ ചെയ്ത ഒരു സംസ്കാരവും ലോകത്ത് വേറെ ഇല്ല, ഇന്ത്യൻ. അപ്പൊ അതുപോലെ തന്നെ എവരിബഡി ഹാസ് സംതിങ് യൂണിക് ടു ഗിവ് ആൻഡ് ടേക്ക് ഫ്രം ഈച്ച് അതർ. ഗ്രേറ്റ്. അപ്പം ഇപ്പൊ ഇതുപോലെ എത്ര മ്യൂസിക്കൽ കൾച്ചേഴ്സ് ഇതുവരെ എക്സ്പ്ലോർ ചെയ്ത് കാണും? ഇപ്പൊ അറേബ്യനെ പറ്റി പറയുന്നുണ്ട്, വെസ്റ്റേൺ ഓഫ് കോഴ്സ് ഇൻ ജനറൽ പറയുന്നുണ്ട്, ആൻഡ് ഇന്ത്യൻ മ്യൂസിക് പറയുന്നുണ്ട്. അതുപോലെ എവിടെയെല്ലാം പോയി, എന്തെല്ലാം കൾച്ചേഴ്സ് അബ്സോർവ് ചെയ്തു ഇതിനോടകം? നമ്മൾ ലണ്ടനിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൾട്ടി കൾച്ചറൽ സിറ്റി പോയി കഴിഞ്ഞാൽ വേറെ എവിടെയും പോകണ്ട. എവരിബഡി ഈസ് കമ്മിങ് ദർ. പക്ഷെ ലൈക്ക് ഐ സെഡ്, എന്നെ ഹേർട്ട് ചെയ്തൊരു കാര്യം, ഇത്രയും ടാലന്റ് എബിലിറ്റീസ് വെച്ചിട്ട് പല ആൾക്കാരും ദേ ഡൂയിങ് മേ ബി ഡേ ജോബ്സ് ഓർ ഇപ്പം നഴ്സിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന. ബട്ട് ദേ വുഡ് ഹാവ് ഹാഡ് എ ലോട്ട് ഓഫ് വാല്യൂ ടു പ്രൊവൈഡ് ഇൻ ടേംസ് ഓഫ് ദെയർ ട്രഡീഷണൽ ആർട്ട്. പക്ഷെ അതിന് മാർക്കറ്റ് ഇല്ല ഒബ്വിയസ്ലി, സോ ദേ കാൻറ്റ് അഫോർഡ് ടു ഡു ദാറ്റ്. അപ്പൊ അത് ആക്ച്വലി ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അദ്വൈത എന്നുള്ളൊരു സ്പേസ്. I wanted to introduce these artists with mainstream British musicians. കാരണം അവർ തന്നെ ഇരുന്ന് പ്രോഗ്രാംസ് അവരുടെ കമ്മ്യൂണിറ്റി ചെയ്യുമ്പം അതൊരു the Indian Association programs that happen. അത് it gets pigeonholed as its own thing. അതിന്റെ സംഭവം അതൊരു ഇവിടുത്തെ ഒരു മോണോ കൾച്ചർ ആയിട്ട് മാറും. അതായത് ഒരു സ്റ്റൈലുമായിട്ടങ്ങ് നിൽക്കും. എക്സാക്ട്ലി. മറ്റുമായിട്ടുള്ള ഒരു ഫ്യൂഷൻ സംഭവിക്കുന്നില്ല, മിക്സ് സംഭവിക്കുന്നില്ല. പക്ഷേ നമ്മൾ എപ്പോഴും പറയും മ്യൂസിക് ഷുഡ് ബി പ്യുവർ ആൻഡ് ഓൾ ദാറ്റ് അല്ലേ. പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പം നമ്മളിപ്പം കച്ചേരിക്ക് വയലിൻ പ്യുവർ ആണോ എനിക്കറിയില്ല അല്ലേ. വയലിനോടൊന്ന് തോന്നുന്നു. അതെ അത്രേ ഉള്ളൂ. അപ്പം എന്തെന്നല്ല എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. വയലിൻ ഈസ് പെർഫെക്റ്റ് ഫോർ കർണാട്ടിക് മ്യൂസിക്. കാരണം അല്ല, എൻ്റെ ഈ നേരത്തെ പറഞ്ഞ ഫ്രെറ്റ്ലെസ് ആയിട്ടുള്ള ഒരവസ്ഥയും അതുകൊണ്ട് അതിന് എത്രത്തോളം വളയാൻ പറ്റും എന്നുള്ളതും അതിനൊന്നും ഇതില്ല. അത് ഒരു ഹാൻഡിൽ ചെയ്യുന്ന ടാലന്റ് പോലെ ഇരിക്കും. വീണ എന്ന് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വീണ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ഓൾമോസ്റ്റ് ഹ്യൂമൻ ബോഡിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് വീണ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വീണയുടെ പാർഡൺ മീ ഇഫ് ഐ ആം റോങ്, പക്ഷെ വീണയുടെ എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ വെർട്ടിബ്രയുടെ എണ്ണമാണ് ഇതിന്റെ ഫ്രെറ്റ്സ്. അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഹ്യൂമൻ. ഞാൻ ചോദിക്കാൻ വ്യാഴി അതെല്ലാം ശരിക്കും ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു
വെരി ഇൻട്രസ്റ്റിംഗ്. yeah, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനത് ചോദിക്കാനുള്ള കാരണം മിസ്റ്റർ ഫോസ് ഇന്ത്യൻ മ്യൂസിക്കിൽ വയലിൻ പോലെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് വീണ ക്ലാസിക്കലിൽ വരികയാണെങ്കിൽ മെലഡി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ട്രഡീഷനാണെന്നും അങ്ങനെയാണെങ്കിൽ അത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കണമല്ലോ അവിടെ ആ സ്ഥാനം പിടിക്കുന്നത്. വീണ ഇന്ത്യയിൽ ഏറ്റവും പ്രാചീനമായ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതെ, നമ്മൾ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ പോലും വീണ ഇസ് മെൻഷൻ. വീണയെ പറ്റി പറയാനുണ്ട്. ആൻഡ് അത് ഒരുപാട് ഫോം ചേഞ്ച് ചെയ്തിട്ടില്ല യെസ്, ഇൻ ദ പാസ്റ്റ്. അതിന്റെ സ്റ്റീൽ സ്ട്രിങ്സ് വന്നു, ചില മോഡിഫിക്കേഷൻസ് അല്ല, അതിന്റെ ബേസിക് സ്ട്രക്ചർ ഈ പറയുന്നത് സെയിം. ഈ പറഞ്ഞ പിന്നെ ഏറ്റവും മോഡേൺ ആയിട്ട് മോഹന വീണ എന്ന് പറഞ്ഞൊരു അതെ, ഇത് വന്നു, പിന്നെ ട്രഡീഷൻ. എക്സാക്ട് നമ്മുടെ പോളി വർഗീസ് ചേട്ടനൊക്കെ അതെ വായിക്കും. അതെ അതെ വായിക്കും. അത് ഹവായൻ ഗിറ്റാറിന്റെ ഒരു അതെ അതെ, ലാപ്സ്ലാഗ് ഗിറ്റാറിന്റെ ഒരു വേർഷൻ. യെസ് അപ്പം പക്ഷെ അതിലും ആ മ്യൂസിക്കിന്റെ പ്യൂരിറ്റി ദർ മെയിൻറ്റെയിനിങ്, അതാണ് അതിന്റെ ഭംഗി. യെസ്, അല്ലെങ്കിൽ അത് ദാറ്റ് ഇസ് നോട്ട് ഇന്ത്യൻ മ്യൂസിക് അല്ല എന്ന് നമുക്ക് തോന്നും. അതെ. പക്ഷെ നമ്മള് ക്രിട്ടിസൈസ് ചെയ്യുന്ന പലരും കണ്ണടച്ച് മ്യൂസിക് കേട്ടിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഇൻസ്ട്രുമെന്റ് കാണുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. അത് ഐ മീൻ അത് ആ ഇരട്ടത്താപ്പ് they are showing them their own അവരുടെ തന്നെ ഹിപ്പോക്രസി പുറത്തു വരികയാണ്. മ്യൂസിക് ഇസ് ജസ്റ്റ് as ഗുഡ്. ആൻഡ് ഇന്ത്യൻ മ്യൂസിക്കിന്റെ എല്ലാ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും all the boxes are being ticked. So I think that is how that is only way music can grow and proliferate. It's so good to listen to your thoughts about this. എന്താണ് ആകാശ് ഇപ്പോൾ ഈ അദ്വൈത എന്ന് പറഞ്ഞ് ഈ ഒരു കൺസെപ്റ്റിലൂടെ, ഈ ഒരു വെഞ്ചറിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സിഗ്നേച്ചർ ആൻഡ് സംതിങ് ദാറ്റ് ഇത്ര നേരം പറഞ്ഞ ആ ഒരു ആകാശ് തന്നെ കൊണ്ടുവരുന്നൊരു തിയറി ഉണ്ട് ഇവിടെ. അതാണ് ഞാൻ കേൾക്കുന്നത്. കാരണം മെയിൻ സ്ട്രീമിലൊന്നും നമ്മൾ ചിലപ്പം ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുന്നൊരു കാര്യമല്ല ആകാശ് ഇവിടെ സംസാരിക്കുന്നത്. ഒരു എല്ലാവരും അവരവരുടെ സൈലോസും ഒരു മ്യൂസിക്കൽ പ്യൂരിറ്റിയും പ്രിസർവ് ചെയ്ത് ആ സെപ്പറേറ്റ് ട്രഡീഷൻസിനെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നിടത്ത് ആകാശ് ഇവിടെ ഒരേ സമയം ഈ പറഞ്ഞ ഒരു സോഷ്യോ എക്കണോമിക് ആംഗിളിൽ നിന്ന് ഇന്നത്തെ മ്യൂസീഷ്യൻസിന് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അതായത് അവരുടെ ഒറിജിനൽ കൾച്ചറൽ സിഗ്നേച്ചറും പ്രിസർവ് ചെയ്ത് ഹൗ ഡു ദേ ബിക്കം സംതിങ് ദാറ്റ് ഇസ് മെയിൻ സ്ട്രീം എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരുന്നതായിട്ട് ശ്രദ്ധിച്ചു. അതേസമയം ഈ പറഞ്ഞ മാതിരി മ്യൂസിക്കിൻ്റെ തന്നെ ഒരു യൂണിവേഴ്സാലിറ്റിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ സോഷ്യോ എക്കണോമിക്, ദിസ് ഇസ് ദി അതർ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം ഒരു ആസ് ആൻ ആർട്ട് ഫോം മ്യൂസിക് എന്ന് പറയുന്നത് ഇങ്ങനെ സൈലോസ് ആയിട്ട് കാണേണ്ടതല്ല. ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ഒരുപാട് കോമൺ കാര്യങ്ങൾ ആകാശ് കാണുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആൻഡ് ദെൻ യു ഹാവ് അദ്വൈത വിച്ച് ഈസ് നൗ യുവർ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ വേൾഡ്. അപ്പം അതെങ്ങനെയാണ്, ഹൗ ഡു യു പ്ലാൻ ടു ടേക്ക് ദിസ് ഫോർവേഡ്? I think fundamentally മ്യൂസിക് അല്ലെങ്കിൽ ആർട്സിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് വെച്ചാൽ we don't have to create new movements, or we don't really have to synthetically manufacture new waves or new concepts in music. That will happen automatically. Right. But then I'll ask you a simple, I mean, you're the questioner, you're the interviewer. അതുകൊണ്ട് എനിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, എനിക്ക് ചോദ്യം ചോദിച്ചാൽ മതിയല്ലോ. പക്ഷേ I want to, it might be contradictory. Okay. I feel I can answer through a question. Oh, please. Do you think ragas are inventions or discoveries? No, just like languages. I don't think language is a discovery or invention. It's just as an evolution of your wanting to communicate, right? എന്ന് എനിക്ക് തോന്നാറുണ്ട്. സംഗീതത്തെ പറ്റി എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇതിനൊരു നാച്ചുറൽ ഓർഗാനിക് എവല്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് സംഗീതമായിട്ട് തോന്നുന്നത് മറ്റു ചിലർക്ക് സംഗീതമായിട്ട് തോന്നണമെന്നില്ല. ഭാഷയിലുള്ള ആ വ്യത്യാസം പോലെ തന്നെ it grows so distinct that it is unrecognizable as a language. It is unrecognizable as a music. Just how you explained Arabic, ചിലതിനകത്ത് പറഞ്ഞില്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നവരെ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവരതിനകത്തൊരു ശാസ്ത്രം കാണുന്നു. ഈ നമ്മൾ ശ്രുതി ചേർന്ന് പാടുന്നു എന്നുള്ളതിൽ നിന്നും വളരെ വിപരീതമായിട്ട് ചെയ്യുന്ന ഒരു കോൺട്രഡിക്ടറി ആയിട്ട് പോകുന്ന ഒരു മ്യൂസിക്കൽ മൂവ്മെൻറ്റിൽ അവർ ശാസ്ത്രം കാണുന്നു എന്ന് ആകാശ് പറഞ്ഞപ്പോൾ എനിക്കതിൽ താല്പര്യം ഉണ്ടായി. അപ്പോൾ എൻ്റെ തോട്ട് അതിനോട് അലൈൻഡാണ്. നോട്ട് എക്സാക്ട്ലി ഇൻ ദോസ് എക്സാക്ട് വെർണാക്കുലർ, പക്ഷേ ഇതിനകത്തൊക്കെ ഒരു ഹ്യൂമൻ നീഡുണ്ട് ഇതിലൂടെ പ്രകടമാകുന്നത്. ദാറ്റ് മെയ്ഡ് യു ക്രിയേറ്റ് ദോസ് ഇൻസ്ട്രുമെൻറ്റ്സ് ടു റീപ്രൊഡ്യൂസ് ദാറ്റ് സെയിം മ്യൂസിക്. വാട്ട് എവർ യുവർ വോക്കൽ കോഡ് ക്യാൻ ഡു, ഐ വോണ്ട് ദിസ് അതർ മെറ്റീരിയൽ ടു ബി അസംബ്ൽഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ഡു ദോസ് തിങ്സ്. എന്നിട്ട് അതിനകത്ത് പല ശബ്ദങ്ങളുണ്ടാക്കുക, അങ്ങനെ 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 അത് ഇവോൾവ് ചെയ്ത് വന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇൻവെൻഷനായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നില്ല. അതെ, that's very interesting way to look at it. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. Okay. Right?
അപ്പം സോ ലൈക്ക് യു സെഡ് അപ്പം എനിക്ക് വന്ന് ഈ വിത്ത് തിങ്സ് ലൈക്ക് മ്യൂസിക് നമുക്ക് ഇറ്റ് ഇസ് ബിയോണ്ട് വാട്ട് വി കൻ ട്രേസ് ബാക്ക്. ഇൻവെൻഷൻ്റെയും ഡിസ്കവറിയുടെ എവിടെ ഇടയ്ക്കാണ്. പക്ഷെ അതേസമയം രാഗാസ് ഐ തിങ്ക് ആർ മോർ ഡിസ്കവറീസ്. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് വി റിവീൽഡ്. യെസ്. ഇപ്പം ക്രിസ്ത്യാനിലേക്ക് റിവീൽ ട്രൂത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ബിക്കോസ് കണ്ടുപിടിച്ചല്ല, പീപ്പിൾ ഹാവ് അസംബിൾഡ് സർട്ടൻ ഫ്രേസിങ്സ്, സർട്ടൻ ഗ്രാമർ ഓഫ് മ്യൂസിക് അതിന് ഐഡന്റിറ്റി കൊടുക്കും. which turned out to work. യെസ്. അല്ലേ? അല്ലെങ്കിൽ വർക്ക് ചെയ്ത് കുറേ സംഭവങ്ങൾ കമ്പൈൽ ചെയ്ത് ഇപ്പൊ രാഗങ്ങളിൽ എപ്പോഴും ചില പ്രയോഗങ്ങൾ വരും അല്ലേ. യെസ്. ഇപ്പൊ നമ്മൾ രീതി കൂടെ എന്ന് പാടേണ്ട അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണെന്ന് പീപ്പിൾ ലാസ്റ്റ്. ഓരോ രാഗത്തിനൊരു സിഗ്നേച്ചർ ഉണ്ട്. അതെ അതെ. പക്ഷെ അതിന് സംവെയർ അതിനൊരു ഐഡന്റിറ്റി, ആൻഡ് ദാറ്റ് യു കാൻ സെപ്പറേറ്റ് ദ രാഗ ഫ്രം ദറ്റ് ഐഡന്റിറ്റി അല്ലേ. അപ്പം സ്വരങ്ങൾ മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരത്തില്ല അല്ലേ. മേ ബി അറ്റ് വൺ മൊമെന്റ് ഇറ്റ് മൈറ്റ് ഹാപ്പൻ, പക്ഷെ ആ മൊമെന്റിനെ എടുത്തിട്ട് യു weave together a bunch of those moments. ശരിക്കും അതാണ് രാഗ. രാഗ is actually lot of musical memories, യെസ്. strung up together. യെസ്. അതിനെ ജീവൻ വെപ്പിക്കുന്ന ഒരു പ്രക്രിയ, അതാണ് ശരിക്കും രാഗങ്ങൾ പറയുന്നത്. വെറും നോട്ട്സ് ചെയ്യുന്ന ഒരു രാഗത്തിലോട്ട് പോകുന്നതിന്റെ ഒരു എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഉണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ വളരുന്ന ഒരു കുരുമുളക് ചെടിയും ഇപ്പുറത്ത് വളരുന്ന ഒരു പച്ചക്കറിയും ഒക്കെ എടുത്തു വെച്ച് ഒരു റെസിപ്പിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇതൊരു രുചിയാണ് എന്നുള്ള അതിനോടും നമുക്ക് ചേരണം, ആ രുചിയുമായിട്ട് നമുക്ക് ചേരണം. അപ്പോൾ ആ അഭിരുചി ഉണ്ടാകണം. അപ്പോൾ അതിൻ്റേതൊരു സമയം എടുത്തിട്ടുണ്ട്. ഈ പല സാധനങ്ങൾ ചേർന്ന് വന്ന് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടായി. ആ റെസിപ്പി പിന്നെ ഒരു റിപ്പീറ്റബിൾ സാധനമായി മാറുന്ന ഒരവസ്ഥ. ഈ റെസിപ്പി ഒരു രാഗമായിട്ട് മാറുന്നു. ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നോട്ട്സുമായിട്ട് മാറുന്നു എന്ന് ചിന്തിച്ചാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഹാവ് ടു ഡിസ്കവർ ദ നോട്ട്സ്. ഓഫ് കോഴ്സ് അത് തുറന്നാൽ ആ ശബ്ദം ഉണ്ടാകും. പക്ഷേ ഹൗ ടു ഓർഗനൈസ് ദിസ് നോട്ട്സ് ഇൻ ടു ദിസ് റെസിപ്പി ആൻഡ് യൂസ് ദാറ്റ് റെസിപ്പി ടു ക്രിയേറ്റ് യുവർ ഓൺ വേർഷൻസ് ഓഫ് ഇറ്റ് എന്നുള്ളത് സംഗീതം പുതിയ പുതിയ മെലഡികൾ ഉണ്ടാകുന്നു രാഗത്തിനകത്ത് നിന്ന് എന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ്സ് ആൻ അമേസിംഗ് വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. ആൻഡ് ദെൻ യുവർ ക്വസ്റ്റ്യൻ ഐ ബിലീവ് വാസ് ലീഡിങ് സംവെയർ ഇൻ ടേംസ് ഓഫ് ദ വെദർ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഓർ ഇൻവെൻറ്റഡ്. അതിനൊരു മോട്ടീവ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായിരുന്നിരിക്കാം? അല്ല, അപ്പോൾ ഐ തിങ്ക് what I was trying to convey was നമ്മൾ ഇപ്പം പലപ്പോഴും നമ്മൾ മ്യൂസിക് ഈസ് ക്രിയേറ്റഡ് ഓർ മ്യൂസിക് ഈസ് പ്രാക്ടീസ് വിതൗട്ട് ഇൻറ്റൻഷൻ ഇൻ മൈൻഡ്. വി പ്രാക്ടീസ് മ്യൂസിക് ഫോർ ദ സേക്ക് ഓഫ് മ്യൂസിക്. അല്ലെങ്കിൽ എനിക്ക് മ്യൂസിക്കിലൂടെ ഇത് അച്ചീവ് ചെയ്യണമെന്ന് പലപ്പോഴും ഇപ്പോൾ യു ആസ്ക്ഡ് മീ വാട്ട് വാസ് മൈ മെസ്സേജ് ത്രൂ മ്യൂസിക്. ഐ ഡിഡ്ന്റ് ഹാവ് ആൻ ആൻസർ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല. I've never intended that my music should have any message for that matter. For music, അല്ലെങ്കിൽ art for art's sake എന്ന് പറയത്തില്ലേ. Of course. അപ്പം that was my thinking. പക്ഷേ it is only later that the rationale of a particular direction you take in an artistic decision, അതിന് മീനിങ് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് മനസ്സിലാവുന്ന ഒരുപാട് കഴിഞ്ഞായിരിക്കും. നമ്മൾ തന്നെ ഇപ്പം കല്യാണി രാഗം പഠിച്ചിട്ടുണ്ട്. And we learned Ustad taught us Yaman. അതെ. അപ്പം ഇപ്പം ആരോഹണ ക്രമത്തിൽ മ്യൂസിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് നോട്ട് ഷഡ്ജവും പഞ്ചമവും എന്ന് പാടുന്നതിന് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് we used to question. എന്തിനാണ് അങ്ങനെ പാടുന്നത് അല്ലേ? ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള രണ്ട് നോട്ടാണ് ഷഡ്ജവും പഞ്ചമവും. വൈ സ്കിപ്പ് ദാറ്റ് എന്നുള്ളൊരു ചോദ്യം ഇറ്റ്സ് വെരി നമുക്ക് തോന്നുന്നു മനസ്സിൽ. പക്ഷെ ലേറ്റർ വെൻ യു അണ്ടർസ്റ്റാൻഡ് മ്യൂസിക്കൽ ഇൻ്റർവെൽസ്, ഇപ്പം നിഷാദ് എന്ന് ഋഷഭത്തിലോട്ട് പോകുമ്പോഴുള്ള മൈനർ തേർഡ് ഇൻ്റർവെൽ ഉണ്ട് അവിടെ. മാ എന്ന് ധായിലോട്ട് പോകുമ്പോഴുള്ള മേജർ തേർഡ് ഇൻ്റർവെൽ വരുന്നു. യു ആർ എസെൻഷ്യലി ക്രിയേറ്റിംഗ് കോഡ് ടോൺസ് അല്ലേ. വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് കോഡ് ടോൺസ് ആണ്, ഇൻ്റർവെൽസ് ആണ്, മ്യൂസിക്കൽ ഹാർമോണിക് ഇൻ്റർവെൽസ് ആണ്. പക്ഷേ ഐ എം ഷുവർ യമൻ സൃഷ്ടിച്ച സംഗീതജ്ഞർ would have never thought of that. അവരത് പാടിയപ്പം something was different. And they would have gone with it. I'm sure they would not have thought about the minor interval ആണ് അല്ലെങ്കിൽ മേജർ സെവൻത്ത്. I'm sure they would not have thought about. പക്ഷേ ആ ഇന്റർവെൽസ് ഉണ്ടാക്കുന്ന ഫീലിംഗ് ദാറ്റ് ഈസ് റിയൽ അല്ലേ. അത് ആ ഫീലിംഗ് ഇസ് വാട്ട് ഹാസ് ബീൻ പ്രിസർവ്ഡ് അല്ലേ. അപ്പൊ ആ തിയറി പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ദിസ് ഇസ് പ്രോബ്ലി വൈ ഇറ്റ് സൗണ്ട്സ് ഗുഡ് എന്നുള്ളത്. അത് ചിലപ്പം അത് അത്രയും നല്ലതായിരുന്നത് കൊണ്ട് അതിൽ നിന്ന് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തൊരു തിയറി ഉണ്ടാക്കാമല്ലോ. ഇത് കൊള്ളാം. ഇപ്പം നമ്മൾ
ആക്ച്വലി നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്ന് പറയും. ഈവൻ അത് റിലേറ്റിവിറ്റിയുടെ ഭാഷയിൽ നിന്നായിരുന്നാലും ക്ലാസിക്കൽ ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ ഭാഷയിലായിരുന്നാലും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഭാഷയിലായിരുന്നാലും ഒക്കെ നമ്മളവിടെ കാണുന്നതിനെ എടുത്ത് റിവേഴ്സ് എഞ്ചിനീയർ ഒരു തിയറി ആക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് ഹൗ ഐ എം സീയിങ് സംതിങ് വർക്ക് ആൻഡ് ദിസ് മൈറ്റ് ബി ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞ് കുറേ എംപിറിക്കൽ എവിഡൻസ് ഗ്യാദർ ചെയ്ത് അതിനെ എഴുതി ഒരു ഇക്വേഷൻ ആക്കി വെച്ചു. ഇതുപോലെ ആയിക്കൂടെ? അതെ, ഈ കേസിൽ ഇറ്റ് ഈസ് ഐ എം സീയിങ് ദാറ്റ് ഇറ്റ് വർക്ക്സ്, നൗ ഐ നീഡ് ടു ഫൈൻഡ് വൈ ഇറ്റ് വർക്ക്സ്. Why it works? ആ ഒരു ഡിഫറൻസ് മാത്രമേ അതിനകത്തുള്ളൂ. Yeah. That's very interesting. So basically I was coming to the point about the vocal program. Yeah. But before we spoke about each culture having something unique Yes. to provide. My primary mode of music is vocal music itself. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ശ്രമിച്ചു. ഇപ്പോൾ I had people I could talk to, professors, and more I saw, I realized that ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും scientific and most concise system of music training is Indian vocal music. അത് വോക്കൽ മ്യൂസിക്കിന് ഒരുപാട് മേ ബി ലോകത്തിലെ ഏറ്റവും നല്ല സിസ്റ്റം ആയിരിക്കും. ആൻഡ് എ സിസ്റ്റം ദാറ്റ് ട്രാൻസ്ഫേഴ്സ് വെൽ ഇൻ ടു അതർ ഫോംസ് ഓൾസോ. ഇപ്പം നമ്മൾ മേ ബി ഇപ്പം ഇഫ് യു ഗൂഗിൾ ഗ്രേറ്റസ്റ്റ് സിംഗർ എവർ എന്ന് നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും വരുന്ന പേരുകൾ വിൽ ബി പീപ്പിൾ ലൈക്ക് ഫ്രെഡി മെർക്കുറി, ക്വീൻ്റെ ലീഡ് സിംഗർ. അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ പോലും ഹിസ് ഫോർമേറ്റീവ് ട്രെയിനിങ് ഈസ് ഇൻ ഇന്ത്യൻ മ്യൂസിക്. അതായത് we talking about a man who took the British music world by storm. പക്ഷെ he was born in post British India. സൻസിബാറിൽ ജനിച്ച് ഇന്ത്യയിൽ ബോംബെയിൽ വളർന്ന ഒരു കുട്ടിയാണ് ശരി. People don't know this about Freddie Mercury. അതായത് we are the champions പാടുന്ന, I'm sure you've heard the song, right? Yes. അപ്പം അത് പാടുന്നതാണ്. പക്ഷെ his first major influence was Lata Mangeshkar. അത് ശരി. അല്ലേ? Wow. I don't know how many people know this. And എന്താ പറയുക, ആ ഒരു വോക്കൽ സിഗ്നേച്ചർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മ്യൂസിക്കിലുണ്ട്. We are the champions എന്നാണ് പാടുന്നത് ലൈവ് പാടുമ്പോൾ. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു നമ്മുടെ ഇപ്പൊ കർണാടിക് മ്യൂസിക്കിലെ പഞ്ചദശ ഗമകങ്ങളുണ്ട്. ഇതിനെ വേണമെങ്കിൽ ഒരു സ്ഫുരിതം എന്നൊക്കെ വിളിക്കാം നമുക്ക്. ഒന്ന് പാടി കാണിക്കാമോ? ഈ പൊട്ടിത്തെറി പോലെ അതാണ് സ്ഫോടനം. ആ ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. അപ്പം അതൊരു ഒരു ഗമകം പോലെയാണ്. അപ്പൊ അങ്ങനത്തെ പ്രയോഗങ്ങൾ ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻ ടു മെയിൻ സ്ട്രീം മ്യൂസിക് ആൻഡ് പീപ്പിൾ മേ നോട്ട് റിയലൈസ് വെർ ദ റൂട്ട്സ് ആർ ഫ്രം. അത് എവിടുന്നാണ് വരുന്നത് we might not be aware of. ശരിയാണ്. അതിനകത്തൊരു ഇൻഫ്ലുവൻസ് ഓട്ടോമാറ്റിക്കലി വന്നാൽ നൗ ഇറ്റ് ബിക്കംസ് എൻ ഓർഗാനിക് അഡാപ്റ്റേഷൻ ഫോർ എനി അതർ മ്യൂസിഷ്യൻ ഹു ഈസ് കമ്മിങ് ആഫ്റ്റർ മേ ബി ഗെറ്റിംഗ് ഇൻസ്പയർഡ് ഫ്രം ഹിസ് മ്യൂസിക്. എക്സാക്ട്ലി. പക്ഷേ ലതാ മങ്കേഷ്കർ ജിയുടെ മ്യൂസിക് കേട്ട് വളർന്ന ഒരു പയ്യന് അതൊരു വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും. We wouldn't have to think. അപ്പോൾ ഒരു സ്റ്റേഡിയം ആന്തം പാടുമ്പോഴും ആ മ്യൂസിക്കൽ ഇംപ്രിന്റ് അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കൽ ഫിംഗർ പ്രിന്റ് അത് അപ്പോഴും അദ്ദേഹത്തിന്റെ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗിവിംഗ് ഹിം ഹിസ് യൂണിക് ആ ഒരു വോക്കൽ ചെസ്റ്റ് വോയിസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ പലപ്പോഴും പീപ്പിൾ ഡോണ്ട് യൂസ് ദാറ്റ് മച്ച് ചെസ്റ്റ് വോയിസ്. നാഭിന്ന് പാടുക നമ്മൾ ചെറുപ്പത്തിൽ ഗുരുക്കന്മാര് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അതേപോലെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ആൻഡ് ദാറ്റ് ബിക്കെയിം മെയിൻ സ്ട്രീം ഫോം ഓഫ് റോക്ക് ബാലഡ് അല്ലെങ്കിൽ പവർ സിംഗിങ്ങിന്റെ ഒരു മാതൃകയായിട്ട് മാറിയ ഒരു ആളാണത്. അപ്പം there is much to learn and to see that having, I mean, whatever is your chosen genre or chosen style of modality of music, having an Indian vocal base can be very very good for you. അതിപ്പോൾ R&B പാടുന്ന ആൾക്കാരാണെങ്കിലും, my wife is an R&B singer. She does English R&B music. And very highly vocally demanding, technically demanding ആയിട്ടുള്ള സ്റ്റൈലാണ്. And learning Hindustani classical music or Indian classical music has completely changed the way she sings. And I have students in the UK, people who sing R&B, and they're quite shocked to see how fundamentally sound the Indian vocal. നമ്മുടെയൊക്കെ അത് പഠിക്കുന്ന സരളി വരിശകൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കില്ലേ, ധാട്ട് വരിശകൾ, ജണ്ട വരിശകൾ, ഇതൊക്കെ വോയിസിന് കൊടുക്കുന്ന യൂണീക്ക് ആയിട്ടുള്ള വോയിസ് കൾച്ചർ അത് അത്ര നന്നായിട്ട് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല.
ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ ഇപ്പോൾ ഓപ്പറാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക്കിലും ഉം. ദേ ഹാവ് ദർ ഓൺ സിസ്റ്റം. യെസ്. പക്ഷേ ആ ക്ലാസിക്കൽ മ്യൂസിക്കിന് ആ ആ സ്ഫിയർ അല്ലാതെ അതിന് മെയിൻ സ്ട്രീം മ്യൂസിക്കിൽ അതിന് ആ ടെക്നിക്സിന് ഒരുപാട് യൂസ് ഇല്ല. അതെ, ഇപ്പം മനസ്സിലായി. നമ്മൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ തന്നെ കാണുന്ന ഗ്രേറ്റ് പോപ്പ് സിംഗേഴ്സ് ഉം. അവർ പലരും വരുന്നത് R&B ആൻഡ് ചർച്ച് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, ഉം. വിച്ച് ഇസ് ക്ലോസർ ടു ഇന്ത്യൻ മ്യൂസിക് ഇംപ്രവൈസേഷണൽ സ്റ്റൈൽ. ഓക്കെ. വർഷിപ്പ് മ്യൂസിക്, പള്ളിപ്പാട്ട്, അതെ. put it that way, or R&B മ്യൂസിക്. ഉം. അത് പക്ഷേ ഇന്ത്യൻ മ്യൂസിക്കിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിൽ പഠിക്കുന്ന ടെക്നിക്സ് അതേപോലെയാണ് നമ്മുടെ പോപ്പ് മ്യൂസിക്കിലും വരുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ടാണ് ഗ്രേറ്റ് ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ് ഉം. like യേശുദാസ് ജി is also one of the greatest pop singers, അല്ലെങ്കിൽ film singers. അത് മാറും. അതെ. അത് that does not happen in Hollywood or Western music class. അങ്ങനെ സംഭവമില്ല. Of course. വളരെ വളരെ സീറോഡാണ്. ക്ലാസിക്കൽ മ്യൂസിക് is one world and then you have your pop music. Then you got you. അതെ, അതെ, പക്ഷേ അതെ. ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഫൗണ്ടേഷൻ crosses well even into Western pop music. യെസ്. makes അതുകൊണ്ടാണ് you see Indian singers doing exceptionally well singing pop music, Western pop music. Yeah. അത് ആ വോക്കൽ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മംഗോളിയൻ ത്രോട്ട് സിംഗിങ് ഒഴിച്ച് ബാക്കിയെല്ലാം പടം തോന്നുന്നു. ഓക്കെ. അതെന്താണ് ആ ഒരു മ്യൂസിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലല്ല, മനസ്സിലായില്ല. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ്. ത്രോട്ട് സിംഗിങ് എന്ന് പറഞ്ഞൊരു ടെക്നിക് ഉണ്ട്. അത് ഐ കാൺ ഈവൻ പ്രൊഡ്യൂസ് ഇറ്റ്. ഓക്കെ. അത് ഈ പല ഫോക്ക് കൾച്ചേഴ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു രീതിയാണ്, എസ്പെഷ്യലി ആ ഒരു റീജിയൻ, മംഗോളിയ, അതുപോലെ ഈ ലോവർ വിബ്രാട്ടോസ് ഒക്കെ ഓവർ. and അത് produces harmonics Okay, in a okay, very okay, weird way. അത് normal singing technique അല്ല. അത് അല്ല. ഓക്കെ. It's completely different. I can play a recording, but പിന്നെ there is polyphonic singing, polyphonic overtone singing. അതായത് ഒരു നോട്ട് പിടിക്കുമ്പോൾ തന്നെ ഒരു കോഡ് വരും. ത്രോട്ടെന്നോ? You can create 3 notes from your ഓ വാവ്, at റിയലി? the same time. അതിന് polyphonic overtone singing എന്ന് പറയും. that is a unique ആയിട്ടുള്ള ഒരു ഫോമാണ് അത്. അത് എവിടെ നിന്ന് വരുന്നതാണ് പോളിഫോണിക് സിംഗിങ്? അത് as far as I understand that is a സോവിയറ്റ് സൈഡിലുള്ള സംഭവമാണ്. അത് ശരി. ഓക്കെ. I might be wrong, pardon me if I'm wrong, പക്ഷേ ആ സോവിയറ്റ് as well as നോർഡിക് ഏരിയാസിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഇത് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. എസ്പെഷ്യലി ക്ലാസിക്കൽ വേൾഡിൽ നിന്ന് വരുന്ന ആൾക്കാർ. ഓക്കെ. നമ്മളെല്ലാം പാടുമ്പം ഹാർമോണിക്സ് ഉണ്ട്. നമ്മളിപ്പം വോക്കൽ സ്പെക്ട്രം കണ്ടാൽ നമുക്കറിയാമല്ലോ. വി നോ ഹൗ മെനി ഓവർടോൺസ് ദർ ഇസ് ഇൻ നമ്മുടെ വോക്കലിൽ തന്നെ. അതിന് ആ സ്മോളർ റിപ്പിൾസിനെ വലുതാക്കുന്ന ഒരു പ്രക്രിയയാണത്. നമ്മുടെ എല്ലാവരുടെയും ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ട്രിങ്, ഒരു ഗിറ്റാർ സ്ട്രിങ് പ്ലേ ചെയ്ത പോലെ ഹാർമോണിക്സ് ഉണ്ടല്ലോ. അതെ. അതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ തമ്പുര അടിക്കുമ്പോൾ നമുക്കറിയാം, വെൻ യു പ്ലക്ക് എ തമ്പുര സ്ട്രിങ്, അതിൻ്റെ അടിയിൽ ഒരു ട്വൈൻ ഉണ്ട്. that amplifies the harmonics. അതുകൊണ്ടാണ് നമുക്ക് തമ്പുര വായിക്കുമ്പോൾ പാടാൻ ഭയങ്കര സുഖം. കാരണം ഒരു സാ വായിക്കുമ്പോൾ തന്നെ പഞ്ചമവും ഗാന്ധാരും നിഷാദും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ഇൻ എ സിംഗിൾ സ്ട്രിംഗ്. അതെ, മനസ്സിലായി. അപ്പം വളരെ സൂക്ഷിച്ച് കേട്ടാൽ യു ക്യാൻ ബിഗിൻ ടു ഹിയർ ദോസ് നോട്ട്സ്. അതെ. കാരണം അത് സയൻസ് ആണ്. നേരത്തെ പറഞ്ഞ ലോസ് ഓഫ് മ്യൂസിക് ആൻഡ് ലോസ് ഓഫ് നേച്ചർ ബീങ് ദ സെയിം. അത്രേ ഉള്ളത്. അപ്പോൾ ഒരു വെൽ ട്യൂൺ തൻപുര വിൽ പ്രൊഡ്യൂസ് അപ് ടു 3. നമുക്ക് കേൾക്കാൻ പറ്റുന്ന there are infinite notes in that series. നമുക്കൊരു 3-4 നോട്ട് വരെ കേൾക്കാൻ പറ്റും if you really attune your ears to that. കാരണം അത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, പിന്നെ ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക് എന്ന് പഠിക്കത്തില്ല. അത് തന്നെയാണ്. It's a property of strings. But not the strings, all sound. അതിൽ എത്ര എനർജി അതിന് കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ വൈബ്രേഷൻ മാറുന്നു. Exactly. പക്ഷെ then again, like you normally think that a string is tuned to produce only one kind of vibration. അതുകൊണ്ടാണ് അതിന് ആ നോട്ട് തന്നെ വരുന്നത്. പക്ഷെ ആ ഒരു നോട്ട് തന്നെ, ആ നോട്ട് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ പല നോട്ടുകളുടെ സൂപ്പർ പൊസിഷൻ ആണ്, ഹാർമണിയാണ് ആക്ച്വലി. അപ്പോൾ ഇൻഡിവിജ്വൽ സ്ട്രിംഗിൽ തന്നെ ഹാർമണി ഉണ്ട്. Yes, makes sense. There is harmony in individual notes. A single note itself is a symphony of many notes coming together. അതാണ് എൻ്റെ ബ്യൂട്ടി. ആകാശ സംഗീതത്തെ പറ്റി ഇത്രയും പറഞ്ഞു. ഞാൻ ഇനി പ്രേക്ഷകർക്ക് വേണ്ടിയും കൂടിയാണ്, കാരണം ഒരുപാട് ഇതിനെപ്പറ്റിയുള്ള വളരെ ആധികാരികമായിട്ടും ആന്തരികമായിട്ടുമുള്ള സംഗീതത്തെ പറ്റിയുള്ള ഒരുപാട് സത്യങ്ങൾ ഒരുപാട് പേർക്ക് ഇന്നും അറിഞ്ഞുകൂടാത്തതും ഈവൻ പഠിച്ച് പോകുന്നവർക്ക് പോലും അതിനെ നേരത്തെ ആകാശ് പറഞ്ഞ പോലെ
അതിൻ്റെ ഒരു പ്യൂറസ്റ്റ് ഫോമിൽ ചിന്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രഡീഷനിൽ ഒതുങ്ങി നിന്ന് ആ ട്രഡീഷൻ്റെ ഈ പറഞ്ഞ മാതിരി ആയുർവേദത്തിൽ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മ്യൂസിക് തിയറി എന്ന് പറഞ്ഞിട്ട് മാത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഫോമുല പഠിക്കും. ഡെറിവേഷൻ എന്താണെന്നുള്ളത് അറിയണം നിർബന്ധമില്ല, ഫോമുല പഠിച്ചാൽ മാർക്ക് കിട്ടും. മ്യൂസിക്കിൽ അതുപോലെയാണ്, ഇത് പഠിച്ചാൽ മതി, ഇത് പാടിയാൽ മതി, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നപ്പം അതാണ് ഞാൻ ആയുർവേദത്തിലേക്ക് നേരത്തെ നമ്മൾ പറയാൻ തുടങ്ങിയൊരു കാര്യം. ഈ അഷ്ടാംഗഹൃദയം പഠിച്ചാൽ മതി, നമുക്ക് ചികിത്സിക്കാം. പക്ഷേ സംഹിതകൾ പഠിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇത് എന്തിൽ നിന്നാണ് ഈ ഒരു ഡെറിവേഷനിലേക്ക് വന്നത്. കാരണം ഡെറിവേഷൻസ് മാത്രമേ ഇതിനകത്ത്, ഡെറിവേഷൻസ് ഇല്ല, ഫോമുല മാത്രമേ ഉള്ളൂ അഷ്ടാംഗഹൃദയത്തിൽ. ഇപ്പം എൻ്റെ സഹോദരി ആയുർവേദം പഠിക്കുന്നതുകൊണ്ടാണ് എനിക്കതിനെ പറ്റി അറിയാവുന്നത്. അതുപോലെ എൻ്റെ ഫാദർ ഇൻ ലോ ഒരു ആയുർവേദ പ്രാക്ടീഷനാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഇറങ്ങിപ്പോകുന്ന കൂടുതലും ഇതിൻ്റെ ശാസ്ത്രങ്ങളുടെ ഉള്ളു തേടി പോകുന്ന രീതിയുണ്ട്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ആർട്സ് ആൻഡ് എക്കണോമിക്സ് ആർ വെരി ക്ലോസ്ലി ലിങ്ക്ഡ് ടുഗദർ. ഓക്കെ. അപ്പം വി ടോക്ക്, നമ്മൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ നമ്മൾ പറയുന്നത് ഓക്കെ ഇവിടെ വി ക്രിയേറ്റഡ് ദ ഗ്രേറ്റ് സിംഫണീസ്, നമ്മുടെ വി ആർ ദ ലാൻഡ് ഓഫ് ബീഥോവൻ ആൻഡ് മോസാർട്ട് ആൻഡ് ഓൾ ദാറ്റ് പറയുന്നത്, വി ഹാവ് ഗ്രേറ്റ് കൾച്ചർ. പക്ഷെ എങ്ങനെയാ അത് ഉണ്ടായല്ലേ? നമുക്കിപ്പം 120 പേരുടെ ഒരു ഓർക്കസ്ട്ര വേണമെങ്കിൽ ദാറ്റ് ഈസ് എ ലോട്ട് ഓഫ് മണി, റൈറ്റ്? ഇപ്പം യു നീഡ് ടു ഹാവ് അന്നത്തെ ഗ്രേറ്റ് ഓസ്ട്രിയൻ കിങ്സ്, they had become so rich, and all the European kingdoms became so filthy rich from colonization and the exploits all over the world. അതെ. അപ്പൊ അതുകൊണ്ടാണ് ആ സിംഫണീസ് ഉണ്ടായത് അല്ലേ? വിതൗട്ട് ദാറ്റ് plunder of the now third world, at that time that was the first world. India ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ലീഡിംഗ് എക്കോണമി. അതെ. around 27% of global GDP. അതെ. അപ്പം ആ പ്ലണ്ടർ ഇല്ലാതെ കൾച്ചർ ഉണ്ടാവത്തില്ല. അപ്പം ഒബ്വിയസ്ലി ആർട്ട് ഇറ്റ് സെൽഫ് ഇസ് ബ്യൂട്ടിഫുൾ, പക്ഷെ അതിൻ്റെ ഇങ്ങനെ ഒരു ഡാർക്ക്നെസ് അതിൻ്റെ വേറൊരു സൈഡിലുണ്ട് അല്ലേ? അപ്പം ഈ ആർട്ടും എക്കണോമിയും യു കനോട്ട് സെപ്പറേറ്റ്. അപ്പം നമ്മുടെ കൾച്ചറും സിവിലൈസേഷനും അതിൻ്റെ പീക്കിലെത്തിയത് ഇസ് വെൻ വി വർ എ ലീഡിങ് എക്കണോമിക് ഫോഴ്സ്. കാരണം ആർട്ട് എന്ന് പറഞ്ഞത് ആൾക്കാർ ഇപ്പം ഒരു there is an order of hierarchy, Maslow's pyramid or something is there, no? അത് ഏറ്റവും ബേസിക് നീഡ്സ് കഴിഞ്ഞാണ് ഈ പറഞ്ഞ ബേസിക് ഇപ്പം ഫുഡ്, ഷെൽട്ടർ, അത് പിന്നെ മാരേജ്, പിന്നെ സ്പിരിച്വൽ, പിന്നെ ആർട്ടിസ്റ്റിക്, ഇങ്ങനെ ഒരു പിരമിഡ് ഉണ്ട് നമുക്ക് പറയാൻ. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണല്ലോ ലോകത്തെല്ലായിടത്തും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ മേ ബി ഒരു 17th 18th സെഞ്ചുറി കഴിഞ്ഞപ്പം വി ബിക്കെയിം സ്റ്റക്ക് അറ്റ് ദ ബേസിക് നെസസിറ്റീസ് ടൈം. നമ്മുടെ ഈ ബ്രിട്ടീഷ് കാലത്തുണ്ടായ സമയത്തൊക്കെ അപ്പം നമ്മുടെ കൾച്ചർ ഓൾസോ ഇസ് കൈൻഡ് ഓഫ് ഫ്രോസൺ ഇൻ ടൈം അല്ലേ? നമ്മുടെ രാഗങ്ങളും അതിൻ്റെയൊക്കെ ഡെവലപ്മെന്റ് അതിനെ പീക്കിലെത്തിയത് ഇസ് മേ ബി ഇൻ ദ പറഞ്ഞ ഇപ്പൊ താൻസിന്റെ കാലത്ത് അല്ലെങ്കിൽ ത്യാഗരാജ സ്വാമിയുടെ കാലത്ത് അല്ലേ? ആൻഡ് വി ആർ സ്റ്റക്ക് ദെയർ. അപ്പൊ നൗ ദാറ്റ് ദ കൺട്രി ഈസ് ഓൾസോ ഗ്രോയിങ്, ദ ആർട്ട് ഷുഡ് ഹാവ് എ കമൻസുറേറ്റ് ഗ്രോത്ത്. അതെ അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ബ്രിട്ടനിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരു ഡേ ജോബ് ആണ് മ്യൂസിക്. പക്ഷെ ഇന്ത്യയിൽ അതൊരു ഡേ ജോബ് ആയിട്ട് അത്രയും പേര് കാണുന്നില്ല. You don't have a right to be entertained here. Yes. Not here. I mean, in India. It is a luxury. On the other hand, അതുകൊണ്ടാണ് ഇപ്പോൾ വർക്ക് കൾച്ചറിൽ പോലും എന്താ പറയുന്നത്, കൂടുതൽ സ്വാതന്ത്ര്യം ആൾക്കാർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നത് പോലും. ബിക്കോസ് വി ആർ ഇൻ സർവൈവൽ മോഡ് സ്റ്റിൽ. അതെ. ഈവൻ ടു ദിസ് ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ we need to think. ഇപ്പം there was a time, ഇപ്പം US അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡ് how they are at the top of the food chain in a lot of things, not just arts. നമുക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതെ. when Indian if you look at the foundations of all the arts, ലോകത്തിലെ ഏറ്റവും പഴയ ടെക്സ്റ്റ് അബൌട്ട് മ്യൂസിക് ഇസ് നാട്യശാസ്ത്ര. ഐ മീൻ അബൌട്ട് ആർട്സ് ഇസ് നാട്യശാസ്ത്രം. അതെല്ലാം പ്രാചീനമായിട്ടുള്ളൊന്നുമില്ല. അപ്പം ഇപ്പം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ലോകത്ത് കാണുന്നത് ഇപ്പൊ 7 നോട്ട് സിസ്റ്റം അല്ലേ? സിസ്റ്റം ഓഫ് ഒക്ടേവ്, 7 നോട്ട് ഒക്ടേവ്, അത് യൂണിവേഴ്സലി ലോകത്തിൽ അക്സെപ്റ്റ് ചെയ്ത്. That is an Indian thing. I don't think I'm sure it was discovered independently outside. പക്ഷെ അതിന്റെ ഏറ്റവും ഓൾഡസ്റ്റ് റെക്കോർഡ്സ് ഓഫ് ദാറ്റ് ബീങ് ദ സാരി ഗമ പദനി 7 സ്വരങ്ങൾ അത് ഇവിടെയാണ് ഉണ്ടായത്. അപ്പം the same way we are trying to incorporate western elements into our music, they were doing that with our music.
ബിക്കോസ് ആ സമയത്ത് ഇന്ത്യ വാസ് ദ ബീക്കൺ ഓഫ് നോളജ്. Yeah. അതായത് ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ മഹാവിദ്യാലയങ്ങളിലും യൂണിവേഴ്സിറ്റീസിലും നളന്ദ തക്ഷശിലയിലൊക്കെ തക്ഷശിലയിലൊക്കെ അതെ. you had students all the way from Japan on this side and Greece on this side. Yes. ഇന്ന് പിള്ളേർ കൊളംബിയയിലും ഹാർവേർഡിലും പോകുന്നതല്ലേ. പോകുന്ന പോലെ അതെ. അപ്പൊ ആ has been a paradigm shift. Mm. And now that the world is again coming to a multipolar order, അതെ. we can see that cultural ആ മാറ്റം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ രാഗ മ്യൂസിക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഈ 18th century കിടക്കുന്ന മ്യൂസിക് ഷുഡ് അബ്സോർബ് ആൻഡ് ഇൻകൾക്കേറ്റ് മോർ എലമെന്റ്സ് ഫ്രം അതർ മ്യൂസിക് ആൻഡ് ഈവൻ ഡെവലപ്പ് ആ മ്യൂസിക് ഫർദർ. കാരണം ഇന്ന് നമ്മൾ കാണുന്ന വെസ്റ്റേൺ മ്യൂസിക് ഡെവലപ്ഡ് ലൈക്ക് ദാറ്റ് ഓൺലി. ദേ ഓൾസോ ഹാഡ് ദർ ഡാർക്ക് ഏജസ്, ദർ മിഡിൽ ഏജസ്. അല്ല, അവരുടെ വളരെ മോശം സമയത്തും ദേ ബിക്കെയിം റിച്ച്, ദേ എക്കണോമിക്കലി ദേ ഗ്രൂ ആൻഡ് ദേ അക്വയർഡ് സോ മച്ച് ഫ്രം ഔട്ട്സൈഡ്. അതെ. ആ ഇൻസിറ്റു മാത്രം മ്യൂസിക് അല്ലെങ്കിൽ ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ സി ഹൗ ദിസ് ബിക്കംസ് വെരി ഹോളിസ്റ്റിക് എന്നുള്ളത് ആകാശിൻ്റെ തിങ്കിങ് ഇസ് വെരി വെരി ഗുഡ്. അതായത് എന്തുകൊണ്ട് ഈ സോഷ്യോ എക്കണോമിക് ഒരു സ്റ്റേറ്റസ് സെറ്റിംഗ് ഇൻ ദ സൊസൈറ്റി എന്ന് പറയുന്നത് ഹൗ ഇറ്റ് ബിക്കംസ് കൺഡ്യൂസീവ് ഫോർ ആർട്ട് ടു ഇവോൾവ് എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക ലെവലിൽ എത്തിക്കഴിഞ്ഞാലേ ആർട്ടിന് ഒരു എവല്യൂഷൻ സംഭവിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോസ്പെരിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടാൻസിൻ്റെ കാലം എന്നൊക്കെ പറയും പോലെ അന്നുണ്ടായ ആ മിയാൻകി മൽഹാറും ആ രീതിയിലുള്ള മ്യൂസിക്കൽ എവല്യൂഷൻസ് അങ്ങനെ രാഗങ്ങളുണ്ടായെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കുന്നതിലേക്ക് നീങ്ങുന്നുള്ളൂ. പുതിയതായിട്ടുള്ള എക്സ്പ്ലോറേഷൻസ് അല്ലെങ്കിൽ ഡിസ്കവറീസ് സംഭവിക്കുന്നില്ല. ഫോർ സം റീസൺ വി ആർ സ്റ്റക്ക് ഇൻ ദോസ് തിങ്സ്. പക്ഷേ ദർ ഈസ് എ വേ ഫോർ ദിസ് ടു ഇവോൾവ് എന്നുള്ളത് ആകാശിൻ്റെ തിങ്കിങ്ങിലേക്ക് വരുന്നു. ദിസ് ഇസ് വെയർ യു ഓക്കെ വാട്ട് ഈസ് എ പ്രാക്ടിക്കൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്, ഹൗ യു എക്സ്പ്ലോറിങ് ദ ലൈവ്ലിഹുഡ് ഓഫ് പീപ്പിൾ എന്ന് എസ്പെഷ്യലി ഇന്നത്തെ ഇൻഡസ്ട്രിയൽ ഏജിൽ ഇന്നൊരു ബിതോവനും മോസാട്ടിനും ഒക്കെ ഉണ്ടാവാതിരിക്കാനുള്ളൊരു കാരണമായിട്ട് പറയപ്പെടുന്ന ഒരു പക്ഷേ ദ വേ ഓഫ് ഇൻഡസ്ട്രിയൽ തിങ്കിങ് ആണ്. മാസ് പ്രൊഡക്ഷനും ഗ്ലോബലൈസേഷനും ടാലൻറ്റ് എക്സ്പോർട്ടും ഒത്തിരി നമ്മളെല്ലാവരും വളരെയേറെ അക്സെപ്റ്റഡ് ആണെന്ന്. നമ്മളെല്ലാം കോഗ്സ് ആണ് ഓഫ് എ സിസ്റ്റം, കോഗ്സ് ആണ്, പാർട്ട് ഓഫ് എ ഗ്രിഡാണ്, ഒരു ക്രെഡിറ്റ് സിസ്റ്റമാണ് അതിനകത്ത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ റിസർവ് ബാങ്കുകളിലൂടെയും മണി ഫ്ലോട്ട് ചെയ്യുന്നതിലൂടെയും മണി മാത്രമാണ് വാല്യൂ എന്ന് മനസ്സിലാക്കുന്നതിലൂടെയും ദ ഓൺലി കറൻസി ഓഫ് ട്രസ്റ്റ് ഇസ് മണി എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയിൽ വേൾഡ് നീങ്ങുന്നതിലേക്കുമാണ്. അതുകൊണ്ടാണ് ട്രേഡ് വാർ ഇത്ര എഫക്റ്റീവ് ആവുന്നത്. We all thrive on that. There is no longer any exchanges happening here. The only medium of exchange is the value is money. ഒരു സാധനം കൊടുത്ത് വേറെ സാധനം വാങ്ങിക്കാൻ പറ്റില്ല, ഇടയ്ക്ക് കാശ് വേണം എന്നുള്ളൊരവസ്ഥ. അപ്പം ഐ തിങ്ക് ഇത്രയും വളരെ ഈ പറഞ്ഞ എക്കണോമിക് ഫോഴ്സസിനെയും സോഷ്യൽ ഫോഴ്സസിനെയും പൊളിറ്റിക്കൽ ഫോഴ്സസിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു തിങ്കിങ് ഇവിടെ വരുന്നുണ്ടെന്ന് തോന്നി ഈ വർത്തമാനത്തിൽ. എനിക്ക് അതാ കേൾക്കാൻ പറ്റുന്നത്. അല്ല, ഐ തിങ്ക് ദർ ഇൻസെപ്പറബിൾ. ഐ മീൻ യെസ്, രാജാക്കന്മാരുടെ കാലത്താണ് രാജസഭകൾ ഉണ്ടാകുന്നത്. ആ രാജസഭകളിലാണ് ഈ രാഗങ്ങളും ഉണ്ടായിട്ടുള്ളത്. യെസ്, അപ്പം രാജകീയമായ രാഗങ്ങളാണ് പലരും. അതെ, റോയൽ രാഗാസ് നമ്മൾ കോമൺ പാർലൻസ് പറയുന്നത് ബിക്കോസ് ഓഫ് ദാറ്റ് ഹിസ്റ്ററി ഓൺലി. യെസ്. അപ്പം ബാക്കിന്റെ മ്യൂസിക്കിൽ ചാരുകേശി രാഗങ്ങളുടെ ഇൻഫ്ലുവൻസ് വരുന്നത് പോലെ തന്നെ മേ ബി ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ മ്യൂസിക് വിൽ ലുക്ക് ലൈക്ക് ദാറ്റ്. വിൽ ബി ഒരു പക്ഷേ ഇപ്പം വയലിൻ നമ്മുടെ ക്ലാസിക്കൽ ഫോൾഡിൽ വന്ന പോലെ മേ ബി ജാസ് ഇൻസ്ട്രുമെന്റ്സ് വിൽ ഫീച്ചർ 200 years from now. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഐ തിങ്ക് that might happen or something else might happen. പക്ഷേ ആ മ്യൂസിക് വളർന്ന് ഇഫ് ഇറ്റ് ഇസ് നോട്ട് മോർഫിംഗ് ഇറ്റ് വിൽ സീസ് ടു എക്സിസ്റ്റ്. അല്ലേ? കാരണം നമുക്ക് ഇനി ഓൾസോ ദേ കൻ ബി യുദ്ധങ്ങൾ ഉണ്ടാവാം, വളരെ മോശം തിങ്സ് ക്യാൻ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് എന്ന് പറഞ്ഞ പോലെ മ്യൂസിക് ഒന്നും വേണ്ട, ഇതൊന്നും ആവശ്യമില്ല. ഐ മീൻ കഞ്ഞുപിടിക്കാനില്ലെങ്കിൽ യു കാൻ വറി അബൌട്ട് മ്യൂസിക്, റൈറ്റ്? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മ്യൂസിക്കിനെ പിടിച്ചു നിർത്തുന്നത് ഇങ്ങനത്തെ ഒരുപാട് ആങ്കേഴ്സ് ആണ്. യുനോ ബീങ് ഏബിൾ ടു ബോറോ ഫ്രം അതേഴ്സ്. നമ്മുടെ വീട്ടിൽ അരിയില്ലെങ്കിൽ വി കൻ ബോറോ ഫ്രം സംബഡി എന്ന് പറഞ്ഞ പോലെയാണ്. കംപ്ലീറ്റ്ലി നിന്ന് പോകാതിരിക്കാൻ അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഇത് ഒരുപാട് സഹായിക്കും നമ്മളെ. ഹാവിങ് യുവർ മ്യൂസിക്കൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ഫ്രെയിംവർക്ക് free enough that it can easily borrow and transplant from other places. ഇപ്പം ഈ ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് പലപ്പോഴും. ഈവൻ ആർട്സ് ഹാവ് സർവൈവൽ മോഡ് സംടൈംസ്. അപ്പൊ അതിന് നമ്മൾ ആ ഒരു എൻവയൺമെന്റ് ഒരുക്കണം. ഇത്രയും കാലം ഇന്ത്യൻ മ്യൂസിക്കും സർവൈവ് ചെയ്തതിന് കാരണം അതാണ്. ഇന്ത്യൻ കൾച്ചർ, we've been invaded and pillaged for the past 1000 years. പക്ഷെ നമ്മുടെ സംസ്കാരം നിന്ന് പോയിട്ടില്ല.
ബിക്കോസ് അത് നമ്മുടെ കൾച്ചറിൻ്റെ എന്താ പറയുക സിൻക്രറ്റിസമാണ്. നമുക്കിപ്പോൾ ഒരു കല്ലിൽ പൂജിച്ച് ഒരു വര വരച്ചിട്ട് അവിടെ ഭസ്മം ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ മൂർത്തി അല്ലേ. അത് എനിക്ക് വേറെ എവിടെയും അങ്ങനെ ഒരു സംഭവമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീച്ചർ ഇന്ത്യൻ മ്യൂസിക്കിലുണ്ട്. ഇതാണ് ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ കോൺസ്റ്റന്റ്ലി ആ ഒരു ഒബ്വിയസ്ലി ആ രാഗങ്ങളുടെയും താളങ്ങളുടെയും ഒരു ബേസിക് ഫ്രെയിം വർക്കിനകത്ത് ദർ ഇസ് എ ഹ്യൂജ് യൂണിവേഴ്സ് വിത്തിൻ ദാറ്റ് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഘരാന അല്ലെങ്കിൽ ഒരു ബാണി നിന്ന് പോയാൽ പോലും ഇന്ത്യൻ മ്യൂസിക് നിന്ന് പോകത്തില്ല. There is 100 others who will keep the tradition alive. അപ്പോൾ in the future it might not be within or in situ, it might be how well we can survive and thrive in the presence of other musical forms by borrowing from there. ഇപ്പം വൻ രാജ്യങ്ങൾ പോലും they give loans to each other, right? എന്ന് പറഞ്ഞ പോലെ we also need to borrow from other അവിടെ അതെ നേരത്തെ പറഞ്ഞ കറൻസി മ്യൂസിക് ആവുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ സി ഹൗ ഇതൊക്കെ തമ്മിൽ എങ്ങനെ ഇന്റർട്വൈൻഡ് ആവുന്നു എന്നുള്ള ഒരു മോഡിലേക്കാണ് സംസാരിച്ച് വരുന്നതെല്ലാം. സോ ഇൻട്രസ്റ്റിംഗ് ടു ഹാവ് ദിസ് കോൺവെർസേഷൻ കേട്ടോ. നമ്മുടെ കൾച്ചറിന്റെ അല്ലെങ്കിൽ നമ്മുടെ മ്യൂസിക്കിന്റെ അടിസ്ഥാനമായിട്ടുള്ള എലമെന്റ്സ് അത് അതിന്റെ പ്യൂറസ്റ്റ് ഫോമിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ then you can work with other people and it will become something cool, something unique. അപ്പം when I perform also ഞാൻ എൻ്റെ ഫോമിനകത്ത് I don't try to bring too much ingenuity. കാരണം കഴിഞ്ഞ 2000 വർഷമായിട്ട് ആ ഇൻജെന്യൂറ്റി ഉണ്ടായിട്ടുണ്ട്. And that has become a USP. The way I try to contribute freshly is by learning to communicate with say jazz musicians. അവരുടെ the way of writing notation, writing chord sheets, learning all that is my way of learning. See, I'm learning their language but not speaking their language. I'm learning their language just to be able to convey what I want and what they want from me. അത് തമിഴ് മനസ്സിലാക്കാൻ they have the same issue. But for example, കഴിഞ്ഞ ദിവസം we did, I'm sure you were at the gig, we did ചരികേശിലെ കൃപയ ബാലേശ്വരൻ എന്നുള്ള നമ്മുടെ പാട്ട്. അപ്പം അതിനകത്തുള്ള ഒരു തിഹായ പോലെ സംഭവം വരുന്നുണ്ടല്ലോ. അവിടെ തപനീയ നിഭചേല ഇങ്ങനെ ഒരു മിശ്രജാപ്പിനകത്ത് ഒരു ഇങ്ങനെ ഒരു എലമെന്റ് വരുന്നുണ്ട്, ഒരു ഡ്രം ഫില്ല് വേറ്റ് റൈറ്റ്. ആൻഡ് അത് ആ കുട്ടി പഠിക്കാൻ ഹി ടുക്ക് വെരി ലോങ് ടു ലേൺ ദാറ്റ്. കംപ്ലീറ്റ്ലി ന്യൂ ടു ഹിം. അവരൊരിക്കലും താളത്തിന് അങ്ങനെ ഡിവൈഡ് ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്ന പോലെ ഈ പറഞ്ഞ വളരെ ചെറിയ മാത്ര മൈക്രോ ലെവലിലോട്ട് they don't do that. That is very new to him. അപ്പോൾ അതുകൊണ്ട് തന്നെ he had to give up ആ ടൈം സിഗ്നേച്ചർ ഗ്രാമറിനകത്ത് he had to come out and understand താളം. താളവും ടൈം സിഗ്നേച്ചർ ഒന്നല്ലെന്ന് അത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അത് ആ ഒരു മെറ്റമോർഫോസിസ് എനിക്കും ഉണ്ട് from my side also. Okay, in terms of your own mental evolution to understand more of their world. Exactly. അപ്പം ഞാൻ എന്ന് പറയും ഞാൻ മറ്റേ ബഡായ് ഖയാൽ 48 മാത്രം ഞാൻ പാടും, നിങ്ങൾ ഒന്നുപോലെ കൂടെ വായിച്ചെന്ന് പറയും. It doesn't work. You can't. കാരണം ആ മ്യൂസിക്കിന് അതിൻ്റെതായ ഒരു അസ്തിത്വം, അതിൻ്റെതായ കുറെ നമ്മുടെ രാഗങ്ങൾക്ക് നിയമങ്ങളുള്ള പോലെ ടൊണാലിറ്റി ആയിട്ട് ഇറ്റ് ഹാസ് ടു ഹാവ് സം സ്ട്രക്ചർ. അപ്പൊ അത് മനസ്സിലാക്കുന്നതാണ് എന്നെ സംബന്ധിച്ചോളം മേക്സ് ദിസ് പ്രോസസ് ഈസിയർ. മനസ്സിലായി. A kind of meeting midway. Exactly. അപ്പം നമുക്ക് പഴംപൊരിയും ബീഫും കഴിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അതെ, അത് തന്നെയാണ്. അത്രേ ഉള്ളൂ. They're not meant to go to, they were not meant for each other. പക്ഷെ അത് ചേരുന്നത് is because somewhere there is a space where they can exist become one. exist together. അതെ, ഇതൊരു അക്വയർഡ് ടേസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണിതും. അപ്പോൾ ഒരു ജനതയെ ഇത് ആസ്വദിക്കാൻ കഴിയുന്നതിലേക്ക് എത്തിക്കുക. ഇപ്പം റഹ്മാൻ വന്ന സമയത്ത് സംഭവിച്ച റെവല്യൂഷനുണ്ട്. പിന്നെ ഞാൻ കമ്പയർ ചെയ്ത് സ്കെയിൽ വെച്ച് കമ്പയർ ചെയ്ത് പറയുന്നതല്ല, പക്ഷേ ഇപ്പം മഹേഷ് രാഘവൻ എന്ന മ്യൂസീഷ്യൻ മുന്നോട്ട് വരുമ്പോൾ അയാൾ കൊണ്ടുപോയി ചെയ്യുന്നൊരു നമ്മുടെ ജിയോ ഷ്രെഡ് കൊണ്ടുവച്ചിട്ട് പുള്ളി ചെയ്തൊരു സംഭവമുണ്ട്. ആൻഡ് സഡൻലി ക്ലാസിക്കൽ കീർത്തനങ്ങളൊക്കെ പെട്ടെന്ന് യൂത്തിൻ്റെ ഇടയിൽ പോപ്പുലർ ആവാൻ തുടങ്ങുന്നു, റൈറ്റ്? ആൻഡ് ദെൻ മെനി അതർ ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ് ഓൾസോ സ്റ്റാർട്ടഡ് ടു adapt to the strategy of accompaniments being a little western, of a little western flavor, so that their music is now heard through that accompaniment. At the same time നമ്മൾ ഈ ബോറോ ചെയ്യുമ്പോൾ ആകെ what we need to focus അതിൻ്റെ
അതിൻ്റെ USP കളയാതിരിക്കും. ബിക്കോസ് Yeah. ഇത് വെസ്റ്റ് നമുക്ക് കാണിച്ചു തന്ന കാര്യമാണ്. ദേ ഹാവ് ടേക്കൺ ഇന്ത്യൻ മ്യൂസിക് ആൻഡ് റിയലി സ്ക്രൂഡ് ഇറ്റ് അപ്പ്. അവർ ഈ പറഞ്ഞ ഈ രവിശങ്കറിന്റെ ആ കാലത്ത് ലോട്ട് ഓഫ് ബാൻഡ്സ് സിത്താർ വെച്ചിട്ട് ടോങ് ടോങ് ടോങ്, ബിക്കോസ് ദേ പ്ലേയിങ് ആൻ ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് ബട്ട് ദ മ്യൂസിക് ഇസ് സ്റ്റിൽ Music is അവർ Western. അതിനെ ആ ഇൻസ്ട്രുമെന്റ് മനസ്സിലാക്കിയിട്ടില്ല. Yes. ആ ഇൻസ്ട്രുമെന്റ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവനത് വായിക്കില്ലായിരുന്നു. അങ്ങനെ വായിക്കില്ല. ഹി വിൽ നോട്ട് ഈവൻ, ഒന്നെങ്കിൽ നന്നായിട്ട് വായിച്ചിട്ട് ഹി വിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അത് ഡീപ്ലി പഠിച്ചിട്ട് ഹി വിൽ പെർഫോം ദാറ്റ്, Yes. ഓർ ഹി വിൽ ഹാവ് ദി അവയർനെസ് ടു നോട്ട് പ്ലേ ഇറ്റ്. Yes. അത് ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഒരുപാട് ബാൻഡ്സും ദേ യൂസ് ഇറ്റ് ജസ്റ്റ് ആസ് എ സൗണ്ട് സ്കേപ്പ്. ഇപ്പോൾ സിത്താറിൽ ആ സിമ്പത്തറ്റിക് സ്ട്രിങ്സ് ആയിരിക്കും സൗണ്ട് കേൾക്കും. അതെ. അതൊരു ഒരു സൗണ്ട് ലൈബ്രറിയിൽ ഒതുങ്ങിപ്പോയി. അത് അതെ. അതിന്റെ മ്യൂസിക്കൽ എന്താണ് രാഗങ്ങളുടെ യുണീക്നെസ് എന്നുള്ളവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. മനസ്സിലായില്ല. അപ്പൊ അത് നമ്മളും അത് ചെയ്യരുത്. നമ്മള് പേരിന് വേണ്ടി മോരും മുതിരയും കൂട്ടി കളിക്കുന്ന ഒരു ഇത് ചേരത്തില്ല. ഐ മീൻ ഈ മോരും മുതിര എന്നുള്ള പ്രയോഗം ആക്ച്വലി ഇസ് വെരി കോൺട്രവേഴ്ഷ്യൽ. കാരണം നിഖിൽ ബാനർജി something that he said about Ravi Shankar, who is considered the greatest, godfather of world music. അദ്ദേഹം when he started working with Yehudi Menuhin, അന്നത്തെ ഏറ്റവും the greatest violinist, western classical violinist, Yehudi Menuhin വർക്ക് ചെയ്തപ്പം that's what he was saying. And while Ravi Shankar is recognized as one of the greats, പല ആൾക്കാരും agreed with the sentiment that Pandit Nikhil Banerjee was saying, because ആ രണ്ട് മ്യൂസിക്കിന്റെയും അതിന്റെ സോൾ നഷ്ടപ്പെടുന്നതായിട്ട് ലോട്ട് ഓഫ് പീപ്പിൾ ഫെൽറ്റ്. ഓക്കെ. ഓക്കെ. അതായത് ദേ ആർ ബോത്ത് ഗ്രേറ്റ്സ് ഇൻ ദർ ഓൺ വേൾഡ് അല്ലേ. ലോകം കണ്ടിട്ടുള്ള രണ്ട് മഹാപുരുഷന്മാരാണ് അവർ രണ്ടുപേരും, ബോത്ത് മെനുഹിൻ ആസ് വെൽ ആസ് രവിശങ്കർജി. പക്ഷെ അവർ ഒന്നിച്ച് വന്നപ്പം ദേ ഫർഗോട്ട് വാട്ട് ദേ വർ ഡൂയിങ്. അത് ഐ മീൻ ആ സമയത്ത് അതൊരു പുതിയ കാര്യമായിരുന്നു. സോ ഇറ്റ് വാസ് ന്യൂ ടു ദം ഓൾസോ അല്ലേ. പക്ഷെ ഇന്ന് ഫോർ മീ ടു ഡു ഫ്യൂഷൻ ഇറ്റ്സ് മച്ച് ഈസിയർ. കാരണം I can follow so many other, ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ, I don't have to reinvent the wheel. ഇപ്പം ബാൻഡ്സ് ലൈക്ക് ശക്തി, മഹാവിഷ്ണു ഓർക്കസ്ട്ര, they've already shown us ഒരു ബ്ലൂ പ്രിന്റ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ പോലെ വളരെ ഓർഡിനറി ആയിട്ടുള്ള മ്യൂസിഷ്യന് അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. And that becomes a starter fuel to create something new. Hopefully I can contribute something in the next, I don't know, 50 years. No, I'm really sure it wouldn't take that long. Yeah. So that's what I was coming. അപ്പം അവര് ചെയ്ത ആ മിസ്റ്റേക്ക് we should not repeat. When we ഈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പീപ്പിൾ വിൽ സേ ഞങ്ങൾ ഇന്ത്യൻ ക്ലാസിക്കൽ രാഗാസിന്റെ കൂടെ ചെൽട്ടിക് മ്യൂസിക്കും ബോസാനോവയും എല്ലാം മിക്സ് ചെയ്ത് ക്രോസ് കൾച്ചറൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഡസ് ഇറ്റ് സൗണ്ട് ഗുഡ് എന്നുള്ളതാണ് പ്രധാനം. And many a time it doesn't sound good. ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ അൺസയന്റിഫിക് ആയിട്ട് ചെയ്യുമ്പോൾ മനസ്സിലായി. ഫോർ ദ സേക്ക് ഓഫ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് ടു, അതിന് ഇപ്പം വീണയുടെ പ്രസൻസ് ആക്ച്വലി മീൻ സംതിങ് ഇൻ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. ആ ഫ്ലേവർ മനസ്സിലാക്കിയിട്ട് അതിന് ആ ക്ലാസിക്കൽ മ്യൂസിക് മനസ്സിലാക്കിയിട്ട് വേണം ആ ഇൻസ്ട്രുമെന്റിനെ അടുത്തടുത്തേക്ക് കൊണ്ടുപോകാൻ. Then only you can it's about bringing that flavor of that music itself into the other culture, not just the sound of that instrument. അതെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സക്കീർജിയുടെ ഒരു വളരെ നല്ല ഇന്റർവ്യൂ കേട്ടിരുന്നു. he was talking to Mr. John McLaughlin. Okay. One of the greatest fusion guitar players the world has seen. And he asked him, you've learned the veena, why don't you play the veena? And he said, if I play the veena, it will become an inferior instrument. കാരണം I am the one playing it. ഞാൻ വീണ വായിച്ച് അതിന്റെ സോള് കളയുന്നതിനേക്കാളും നല്ലത് വീണയെന്ന് ചില അംശങ്ങൾ എടുത്ത് എന്റെ ഇൻസ്ട്രുമെന്റിൽ അപ്ലൈ ചെയ്യുന്നതാണ്. Because I am a good guitarist. അപ്പം ആ മ്യൂസിക്കിന് at the end of the day it is about respecting the form. അപ്പം അത്രയും ഗ്രേറ്റ് ആയ മ്യൂസിഷ്യൻ പോലും അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാത്തത് is out of respect for the Indian classical tradition. ഞാൻ അത് തൊട്ടു നോക്കാൻ പോലും ആയിട്ടില്ലെന്നത് മനസ്സിലാക്കാൻ ഒരു ഗ്രേറ്റ്നെസ് വേണം. സോക്രട്ടീസ് പറഞ്ഞ പോലെ I know that I know nothing. ആ റിയലൈസേഷൻ അത്രയും ഗ്രേറ്റ് മ്യൂസിഷ്യൻസിന് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ റിസ്ട്രെയിന്റ് കാണിക്കാൻ പറ്റുന്നത്. പലപ്പോഴും വാട്ട് യു ഡോണ്ട് ഡു ഇസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആസ് വാട്ട് യു ഡു. ചിലപ്പോൾ മിണ്ടായിരിക്കുന്നതാണ് നല്ലത് പാടുന്നതിനേക്കാൾ. യുവർ എബിലിറ്റി ടു ഷട്ട് അപ്പ് ആൻഡ് ഗിവ് അനദർ പേഴ്സൺ സ്പേസ് ഇസ് ജസ്റ്റ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ആൻ ആർട്ടിസ്റ്റ്. അതെ. വീണ്ടും എനിക്ക് ആകാശിലെ പാട്ടുകാരനെ ഇവിടെ ഓഡിയൻസിൻ്റെ അടുത്ത് കാണിക്കണമെന്നുണ്ട്.
Sure. ഒരു പാട്ട് പാടിത്തരണം. I'll sing Arabi. പ്ലീസ്. This is another very unique element from Indian music. The amount of pentatonic ragas we have. ഓക്കെ, അത് ഔഡവ രാഗങ്ങൾ, 5 സ്വരങ്ങൾ മാത്രം വരുന്ന രാഗങ്ങൾ. മനസ്സിലായി. അപ്പം ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള സൗണ്ട് സ്കേപ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടാം. കാരണം പെൻറ്ററ്റോണിക് രാഗസ് ഇറ്റ്സെൽഫ് അതിൻ്റെ ഇൻ്റർവെൽസ്, വലിയ ഇൻ്റർവെൽസ് വരുന്നതുകൊണ്ട് അതിൻ്റെ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ആൻഡ് വീവ് എക്സ്പ്ലോർഡ് സോ മച്ച് in terms of what are the possibilities of that. Yeah. Apam I'll sing a little bit of Arabi. സാധിംചനി ഓ മനസ 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 സാധിംചനി. Thank you. Thank you. That was very melodious. And see, രാഗങ്ങളുടെ സിഗ്നേച്ചേഴ്സ് ഇന്ത്യൻ മ്യൂസിക്കിന് മെലഡിയിലേക്കുള്ള, അല്ലെങ്കിൽ മെലഡി എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു ശ്രേണിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ വക ഉണ്ടാകുന്നതും, ഇപ്പോൾ ഹാർമോണിക്സ് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തിൽ വെസ്റ്റേൺ കൾച്ചേഴ്സിനും മ്യൂസിക്കൽ കൾച്ചേഴ്സിനും ഉള്ള ഒരു ഇൻഫ്ലുവൻസും, ഇതിനെയൊക്കെ ഫ്യൂസ് ചെയ്ത് ഒരുമിച്ച് വന്ന് ആകാശ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ട്രഡീഷൻ, അല്ലെങ്കിൽ ഒരു പുതിയ വേ ഓഫ് തിങ്കിങ്, ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് ദ സോഷ്യോ എക്കണോമിക് തിങ്കിങ് ഇൻ ടു ദാറ്റ്, ആൻഡ് helping the new generation make a new path out of this. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഇനി അദ്വൈതയുടെ ഒരു ലക്ഷ്യമായിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലെ അല്ലേ, ഫോർ പീപ്പിൾ who from different walks of life but who are still passionate about their art വന്നിട്ട് ഇപ്പോൾ ഇതിലിരിക്കുന്ന ഗ്രേറ്റ്സ്, മ്യൂസിക്കിലിരിക്കുന്ന ഗ്രേറ്റ്സുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നതായിട്ട് മനസ്സിലാവുന്നു. സോ ദിസ് ഈസ് യുവർ മെസ്സേജ് ഫോർ, അല്ലെങ്കിൽ this becomes your endeavors identity. It becomes my effort. Yes. Because ഞാൻ ഇങ്ങനെ ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, rather than creating, I cannot claim that this is my creation. അല്ലെങ്കിൽ combining, we have people like Raja sir who's been doing this for the past 60 odd years. അപ്പോൾ അതുകൊണ്ട് തന്നെ I would rather call myself somebody who's continuing in that tradition. And encouraging, whoever I can encourage, whoever is in my sphere of influence. എൻ്റെ അക്കാഡമിയുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ആണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ പെർഫോം ചെയ്യുമ്പം ഐ എം ഷുവർ യു സീൻ ഐ ടെൻഡ് ടു ടോക്ക് അബൌട്ട് ദിസ്. ഇതിനകത്തുള്ള ചില പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കാര്യങ്ങളെ പറ്റി ഐ ട്രൈ ആൻഡ് ക്രിയേറ്റ് റിഫ്ലക്ഷൻസ് അബൌട്ട് ദാറ്റ്. അപ്പോൾ അത് ഐ ട്രൈ ടു കൺവേ. ബട്ട് like I said, I'm just in this case I'm only a cog in the wheel. I'd like to be one of the many hands who come together to elevate whatever we have to the next level. And I am happy to just be a small part in that venture, because nammal eppum I like to think long term. Where will our music be in the next 100 years? Angane chindikkumbum nammade ee cheyyunna cheriya karyangalanu incrementally, and you're seeing that there's a huge wave of new wave music in India that will definitely shape the way even in the very near future. അത് ഉണ്ടാവും, സംഭവിച്ചിരിക്കും. അപ്പം പക്ഷേ അതേസമയം ഐ തിങ്ക് വാട്ട് ഈസ് യൂണിക് അബൌട്ട് അവർ അപ്രോച്ച് ഇസ് ദ സോഷ്യോ എക്കണോമിക് ഫാക്ടർ.
what is the economical gain in doing this? How does bringing people from different cultures, how does that change things? How does that reflect in the changing world order? അതെ, നമ്മളിപ്പം പണ്ട് ഇപ്പം യു എസും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആ ഒരു ബൈപോളർ ഓർഡർ മാറി വരുന്നുണ്ടല്ലോ. യു ആർ സീയിങ് ന്യൂ പവേഴ്സ് എമർജിങ്. അത് വിൽ റിഫ്ലക്ട് ഇൻ ദ ആർട്ട് ഓൾസോ. ഇപ്പോൾ ഇന്ത്യൻ സിനിമ ഇത്രയും വളരുന്നതിൻ്റെ കാരണം അതാണ്. We are developing the soft power to influence the world through, very homespun tales. ബാഹുബലി ആറൊക്കെ ചെയ്യുന്നതിന് കാരണം രാമായണ ഇസ് കമ്മിങ് ഔട്ട്. അതെ. അപ്പോൾ അതുപോലെ തന്നെ മ്യൂസിക്കിൽ അത് സംഭവിക്കും. അതെ. അപ്പോൾ ആ സമയത്ത് ആർ വി റെഡി ടു അബ്സോർബ് ആൻഡ് ആർ വി റെഡി ടു ഹാൻഡിൽ ദിസ് razzmatazz of culture coming our way? That is what I feel will be Advaita's contribution to the music force. വെരി ഗുഡ്, വെരി ഗുഡ്. അതിനായിട്ടുള്ള ഒരുപാട് വഴികൾ ആകാശ് തുറക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മെൽബണിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോകുന്നു, ഓക്ലൻഡിലേക്ക് പോകുന്നു, അവിടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടു ഡൂ സം കറണ്ട് ഷോസ് ആൻഡ് ഓൾസോ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ ആസ് വെൽ, വിച്ച് വിൽ ബി ഡൂയിങ് ഹിയർ ഫോർ മെൽബൺ ആസ് വെൽ. മെൽബൺ മാത്രമല്ല, നമുക്കിവിടെ ഓസ്ട്രേലിയയിലെ മറ്റു സിറ്റീസിലേക്കും ഈ സംഗീതം, ആകാശിൻ്റെ വേ ഓഫ് തിങ്കിങ്ങും ആ സംഗീതവും എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും. അതുപോലെ ഹോപ്പ്ഫുള്ളി ഇൻ ടു ദി അതർ കോണ്ടിനെൻറ്റ്സ് ആസ് വെൽ. അപ്പോൾ അല്ലല്ല, അത് പ്രാർത്ഥനകൾ എപ്പോഴും അത് ഇത്രയും വളരെ ഏണസ്റ്റായിട്ടുള്ള ഒരു ഗോളോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇത്രയും ഒരു കലാബോധത്തോടു കൂടിയാണ് നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓക്കെ ഐ വോണ്ട് ടു ഡു ദിസ് ആൻഡ് ഐ എം എക്സ്ട്രീംലി പാഷനറ്റ് ആൻഡ് ഐ സംഹൗ വോണ്ട് ടു മേക്ക് ദിസ് ഹാപ്പൻ എന്നുള്ളതല്ല. യു ഹാവ് എ പ്ലാൻ ആൻഡ് യു ആർ ഡൂയിങ് ഓൾ ദ ഡീപ് റിസർച്ച് and you are trying to be as well versed in all the different music cultures as possible by working with other musicians, by ഇന്നലെ തന്നെ ഉണ്ടായ ഇൻട്രാക്ഷനിൽ നിന്നും പുതിയൊരു ലേണിംഗ്, ഒരു ലെസൺ ഉണ്ടായതായിട്ട് ആകാശ് പറയുന്നു. that itself shows how organic is learning for you. അപ്പം മൈൻഡിൽ ഇങ്ങനെ ബോർഡർ ഇട്ട് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇങ്ങനെ അക്വയർ ചെയ്യാൻ പറ്റത്തില്ല. സിംപ്ലി പുട്ട്, ബാംഗ്ലൂരിൽ വളർന്ന പിള്ളേർ എല്ലാ ഭാഷയും പറയുന്ന പോലെയാണ് എന്ന് പറയാം. അതെ അതെ, പക്ഷെ അതിന് ബാംഗ്ലൂരിൽ വളരണം. പക്ഷെ നിങ്ങൾക്ക് മ്യൂസിക്കിന്റെ വേൾഡിൽ നോക്കുമ്പം ഇറ്റ് ഈസ് സോ വെരി കൺഫ്യൂസിങ്. ദ മൊമെന്റ് ടീച്ചേഴ്സിനെ ഒത്തിരി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാം, തിങ്കിങ്ങിനെയും നമ്മുടെ സ്റ്റൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. മേ ബി ദാറ്റ്സ് ഓൾസോ വൈ യു യോർസെൽഫ് സെഡ് ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു ടീച്ചർ നിൽക്കാൻ പറ്റില്ല. Maybe that's also why your own. Yeah, I mean, I always thought of that as a drawback, but maybe at another level maybe it's an advantage. There's an advantage. കാരണം പല കാര്യങ്ങളും അബ്സോർബ് ചെയ്യാൻ have that വ്യഗ്രതയുണ്ട് to ആലോചിച്ച് നോക്ക്. കോളേജ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് വേൾഡിലെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് കൊണ്ടുവന്നതായിട്ട് നമുക്കൊന്ന് അറിയാമല്ലോ. ഇപ്പം ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ ഓണർ എന്ന് പറയുന്ന മിസ്റ്റർ ജാക്ക് ഡോസി, he is considered a rebel in the whole industry and even by the world. Actually, he is an innovator himself, and that's why he is able to drive that's entrepreneurship. It's also ഒന്നാമത്തത് ഇപ്പോൾ പറഞ്ഞ മാതിരി സ്വന്തം ശരികളിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സിന് വേണ്ട ഒരു നിശ്ചയദാർഢ്യം വേണം. അതിലപ്പുറത്തേക്ക് അത്രയും വലിയൊരു റിസ്ക് അപ്പറ്റൈറ്റോടുകൂടി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു മനക്കട്ടി വേണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന് വരുന്നിടത്ത് ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആൻഡ് ഐ സീ ദാറ്റ് റെയർ ബ്ലെൻഡ് ഇൻ യു സംസാരിക്കുമ്പോൾ. സോ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനോടൊപ്പം തന്നെ, കാരണം ഇപ്പോൾ ഇത്ര നേരം ആകാശിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനെ പറ്റിയുള്ള, ആർട്ടിനെ പറ്റിയുള്ള, വേൾഡിലെ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിനെ പറ്റിയും ഇന്ത്യയുടെ സ്ഥാനം അല്ലെങ്കിൽ വേൾഡ് കൾച്ചറിൻ്റെ ഒക്കെ ആകാശിൻ്റെ കാഴ്ചപ്പാടുകൾ കേട്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഹി വോണ്ട്സ് ടു ഡു സോ മെനി തിങ്സ് ഫോർ ദ വേൾഡ് എന്നുള്ളത്. നോട്ട് ജസ്റ്റ് ഇന്ത്യൻ മ്യൂസിക് ബട്ട് ആസ് ടു ഹൗ ടു ഹെൽപ്പ് മ്യൂസിക് ഇറ്റ് സെൽഫ് ഇവോൾവ്. അത്രയും വലിയൊരു വിഷനോട് കൂടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഉള്ളൊരു റെസ്പെക്റ്റ് എനിക്ക് ആകാശിൻ്റെ അടുത്ത് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് എനിക്ക് ആശംസിക്കാൻ ഈ ഒന്നേ ഉള്ളൂ, ആകാശിൻ്റെ എൻ്റർവേഴ്സ് അല്ല, ഏറ്റവും നല്ലൊരു പ്രൊഫഷനിലേക്ക് തന്നെ എത്തട്ടെ എന്നുള്ളതാണ് ആശംസയും പ്രാർത്ഥനയൊക്കെ. താങ്ക് യു. Great talking to you, Cheta. Oh, obviously we've had many conversations candidly, but yeah, definitely this felt almost meditative. Oh, wow. So ബ്രോഡായിട്ടൊരു മൈൻഡ് സെറ്റ് ഒരു ജനതയ്ക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതിന് ഈ പറഞ്ഞ മാതിരി ഒരുപാട് കാര്യങ്ങൾ, ഒരു വലിയ ബ്ലെൻഡ് അവിടെ വേണം ആകാശ്. ആൻഡ് ഇറ്റ്സ് നോട്ട് സിമ്പിൾ വേർഡ്സ് ദാറ്റ് ഐ വാസ് സ്പീക്കിംഗ് ദേർ. I'm convinced you can bring a big difference. Yeah, and this is not the first time in history. നമ്മൾ ലോകം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ you see this has happened in the past.
Yeah. So what we want is a renaissance, not a Yes. revolution. It's a Absolutely. it's a renaissance that we need in our. Absolutely. And I wish you the very best in making it happen. Thank you. So, thank you for being our audience today. And thank you very much, Mr. Akash, for being a part of this show. Thank you for ഇനിയും having me. ഇനിയും കൂടുതൽ കോൺവെർസേഷൻസ് നമുക്ക് ഉണ്ടാകുമെന്ന് I'm feeling that there is so much more to be told. Definitely. Yeah. Thank you. More jokes to be said. Yes. Thank you. 92.3